സദാശിവസമാരംഭാം സദസ്മൃതി പരാമരണ ആലയം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം സുപ്രഭാഷ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാമേ പഞ്ചമാധ്യായം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. യദുക്തം ബ്രഹ്മവായുധമഗ്രാസീത് തദാത്മാനമേവ അവേദ അഹം ബ്രഹ്മാസ്മീതി തസ്മാത് തത്സർവം അഭവത് ഇത്യേഷു അസ്യ മന്ത്രസ്യ അർത്ഥഃ. ബ്രഹ്മവ ഇദമിത്യാദി മധുകാണ്ഡേ ദീരിതം തദൈവ പൂർണ്ണമിത്യാദി വാക്യേന ഇഹ ഉപസംഹൃതം. ബ്രഹ്മവ ഇദമഗ്രാസീതെന്ന് മധുകാണ്ഡത്തിൽ വിശദമായി ചർച്ച ചെയ്തു. അവിടെ നമ്മൾ വിശദീകരിച്ചാണത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ സംഗ്രഹിച്ച് പറഞ്ഞു. പൂർണ്ണമതഃ പൂർണ്ണമിതം എന്നുള്ള ഈ മന്ത്രത്തിലൂടെ അവിടെ പറഞ്ഞ കാര്യത്തെ തന്നെ സംഗ്രഹിച്ചിരിക്കുകയാണ്. അവിടെ കൂടുതൽ വിശദീകരിച്ചു, ഇവിടെ സംഗ്രഹിച്ചു. ഈ വ്യത്യാസമേ ഉള്ളൂ. പറയുമ്പോൾ ഇതിവിടെ ഒരു പുതിയ വിഷയം അല്ല, പുതിയ വിഷയം ചർച്ച ചെയ്യുകയല്ല. ആണ് യദുക്തം ബ്രഹ്മവ ഇദമഗ്രാസി തദാത്മാനമേവ അവേദം അഹം ബ്രഹ്മാസ്മീതി. അവിടെ പറഞ്ഞു അഗ്രേ പ്രബോധ പ്രാഗബീതം ശരീരസ്സം പ്രമാത്രാദിസാക്ഷിഭൂതം 9 ലക്ഷം ബ്രഹ്മേവാസി. ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നതിന് മുമ്പ്, ബോധം ഉണ്ടാവണമെങ്കിൽ ശ്രുതി ശ്രവിക്കണം, അല്ലാതെ ബോധം ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരാൾ, ഈ തത്വത്തെ കേട്ട ഒരാൾ, ഈ തത്വത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായി. അങ്ങനെ ഉണ്ടാകുന്നതിന് മുമ്പും അത് ബോധം ഉണ്ടായോ ഉണ്ടായില്ലയോ അതിലിവിടെ വ്യത്യാസമുണ്ട്. ബോധം ഉണ്ടായാലും ശരി, ബോധം ഉണ്ടായില്ലെങ്കിലും ശരി, ഈ ശരീരസ്ഥനായിരിക്കുന്ന, ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊന്നിനെയാണോ അഹം എന്നുള്ള ബോധത്തിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ആ പൂർണ്ണമായ പരിപൂർണമായ തത്വത്തെ തന്നെയാണ്. പിന്നെ ശ്രവണത്തിന്റെ ആവശ്യമുണ്ട്. അതിനെ അറിയുന്നു, പൂർണ്ണമായ തത്വത്തെ അറിയുന്നു, പക്ഷെ അത് പൂർണ്ണം എന്നറിയുന്നില്ല. വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ പൂർണ്ണം അധഃ പൂർണ്ണമിതം, അധഃ ഇതം ശബ്ദങ്ങളിലൂടെയും അത് തന്നെ പറയുന്ന ഒന്നാണ്. അധഃ എന്നുള്ളതുകൊണ്ട് അതിന്റെ പൂർണ്ണതയെ പറഞ്ഞു.
അതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് പൂർണ്ണമായിരിക്കുന്നു. പക്ഷേ ശ്രുതി എന്താ വിശേഷിച്ച് ചെയ്യുന്നത്? അത് വിശേഷിച്ച് ബോധിപ്പിക്കുന്ന എന്താണോ? ആ പൂർണ്ണതത്വം എന്ന് പറയുന്നത് ഇതമാണ്. ഏതൊന്നിനെയാണോ അഹം എന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതിനോട് പറഞ്ഞ് ശരീരസ്ഥം പ്രമാത്രാദി സാക്ഷിഭൂതം എന്നൂടെ പറഞ്ഞു. കാരണം ഇതാണ്, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ അറിയുന്നതാണ്. ശരീരത്തിൽ അറിയുന്നത് ഞാൻ എന്നറിയുന്നതാണ്. ഞാനെന്നറിയുമ്പോൾ അത് ശരീരത്തിൽ നിന്ന് വേർപെട്ടല്ല, ശരീരത്തോട് ചേർന്നാണ് അറിയുന്നത്. ഞാനെന്ന് തന്നെ അറിയുമ്പം തന്റെ മനസ്സും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ചേർന്ന് ഒന്നിനെയാണ് അറിയുന്നത്. അത് പൂർണ്ണമെന്ന് ഗ്രഹിക്കാൻ പ്രയാസമാണ്. കാരണം അത് ഞാൻ അറിയുന്നത് പോലെ അന്യനും അറിയുന്നുണ്ട്. ഞാനെന്നറിയുന്നു, അന്യൻ ഞാനെന്നറിയുന്നു, ഞാൻ നീ എന്ന ഭേദത്തോടുകൂടി അറിയുന്നു. അപ്പോൾ അതിലൂടെ വ്യക്തമാക്കുകയാണ് അത് പ്രമാത്രാദി സാക്ഷിഭൂതം. അത് ഒന്നുകൂടി പറയുന്നു, 9 ലക്ഷ്യം. ഞാനെന്നറിയുന്നു, ശരിയാണ്. ഞാനെന്നറിയുമ്പോൾ അതിനെ ഒരുപാട് പരിമിതികളോടുകൂടി അറിയുന്നു. പക്ഷെ അറിവിലൂടെ ലക്ഷ്യമാക്കുന്ന ഒന്നുണ്ട്. ഈ അറിവിനെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ, അതിനെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, അറിവിനെ ഒന്ന് ശുദ്ധമാക്കി കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കും ഈ വികാര വിചാരങ്ങളോടുകൂടി അറിയുന്ന അതല്ല അതിന് ലക്ഷ്യമായിരിക്കുന്നു. അതിലൂടെ ലക്ഷീകരിക്കുന്ന ഒന്നുണ്ട്. അതിലൂടെ ലക്ഷീകരിക്കുന്ന എന്താണോ പൂർണ്ണമായിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഏകരസമാണ്, ഏക സ്വഭാവമാണ്. സർവശരീരങ്ങളിലും ഏകരൂപത്തിൽ ചൈതന്യമായി അനുഭവപ്പെടുന്നതാണ്. അതിനെ തന്നെയാണ് അധഃ പൂർണ്ണം എന്ന് പറഞ്ഞത്. അത് ബ്രഹ്മാസ്മീതി തസ്മാത് തത് സർവം അഭവത് എന്നുകൂടി പറഞ്ഞു. അങ്ങനെ പൂർണ്ണമായിരിക്കുന്നത് ഈ ശരീരത്തിലൂടെയും സാധാരണ അറിയുന്നില്ലെങ്കിലും അറിയേണ്ടത് ആ പൂർണ്ണത്തെയാണ്. ആ പൂർണ്ണം തന്നെയാണ് എല്ലാമായി തീർന്നത്. ഞാനും നീയും പ്രപഞ്ചവും എല്ലാമായി തീർന്നത് ആ പൂർണ്ണം തന്നെയാണ് എന്നറിയണം. ഇവിടെ സർവത്ര തത്വത്തെ വെളിപ്പെടുത്തുകയാണ്. തത്വത്തെ വെളിപ്പെടുത്തുന്നത് ആ ശ്രോതാവിന് ആ തത്വത്തിന്റെ ബോധമുണ്ടാകുന്നതിന് വേണ്ടി. വ്യത്യാസമേ ഉള്ളൂ. തത്വത്തെ വെളിപ്പെടുത്തിയാലും വെളിപ്പെടുത്തിയില്ലെങ്കിലും ശ്രോതാവ് ആ തത്വം തന്നെയാണ്, പരമാർത്ഥ തത്വം തന്നെയാണ്. അതിലൊന്നും ഒരു മാറ്റമില്ല. പക്ഷെ ഇവിടെ ഒന്നും എന്താണ് പ്രബോധം, പ്രബോധ പ്രാഗപി എന്ന് പറയുന്നത്. പ്രബോധത്തിന് മുമ്പും അത് തന്നെയാണ്. പക്ഷെ അവിടെ വ്യത്യാസം വരുന്ന എന്താണ്? പ്രബോധം, ആ ബോധം ഉണ്ടാകുക. അതാണ് പറഞ്ഞത് ലക്ഷ്യം. എങ്ങനെ ബോധം ഉണ്ടാകണം? ഇപ്പോഴും ബോധം ഉണ്ടല്ലോ, തന്നെ കുറിച്ച് അറിയുന്നുണ്ട്, സർവം അഭവത്, സർവത്തെയും കുറിച്ചുള്ള ബോധമുണ്ട്. പക്ഷെ അതിന്റെ സാരമായി അറിയണം, ലക്ഷ്യമായി അറിയണം. ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ തന്നെ പൂർണ്ണതയുണ്ട്. അല്ലെങ്കിൽ പൂർണ്ണത തന്നെ ഇവിടെ അപൂർണമായി അനുഭവപ്പെടുന്നു. ഇത്യേഷസ്യ മന്ത്രസ്യാർത്ഥ. ഇത് മുമ്പ് വിശദീകരിച്ചാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ അവിടെ മുഖ്യം എന്തിനാണ്? പ്രബോധം, ഇത് ഗ്രഹിക്കുക എന്നുള്ള കാര്യമാണ്. തത്ര ബ്രഹ്മ ഇത്യസ്യ അർത്ഥഃ പൂർണ്ണമതൈ. അവിടെ ആദ്യം പറഞ്ഞപ്പോ മധുകാണ്ഡത്തിൽ ബ്രഹ്മവായുധമഗ്ര ആസീത് എന്ന് പറഞ്ഞു. അവിടെ ബ്രഹ്മശബ്ദം പറഞ്ഞു, ഇവിടെ പൂർണ്ണശബ്ദം പറഞ്ഞു. ഇവിടെ ബ്രഹ്മശബ്ദം പറഞ്ഞില്ല. ബ്രഹ്മത്തിന് പകരമാണ് ഇവിടെ പൂർണ്ണശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. പൂർണ്ണമതഃ എന്ന് പറഞ്ഞു. അത് രണ്ടും ഒന്ന് തന്നെയാണ്. ബ്രഹ്മമെന്ന് പറയാം,
അങ്ങനെ തന്നെ പറയണമെന്ന് നിർബന്ധമില്ല, പൂർണ്ണമെന്നും പറയാം. അവിടെ ബ്രഹ്മമെന്നല്ലേ പറഞ്ഞത്, ഇവിടെ പൂർണ്ണമെന്നല്ലേ പറഞ്ഞെന്ന് അങ്ങനെ ചോദിക്കണ്ട. രണ്ടും ഒന്ന് തന്നെയാണ്. ഇതം പൂർണ്ണമിതി ബ്രഹ്മവാ ഇതമഗ്ര ആസിദിത്യസ്യർത്ഥം. ബ്രഹ്മ എന്ന് പറഞ്ഞു, പിന്നെ ഇതം അഗ്ര ആസീത് തദാത്മാനമേവ അവേദഹം ബ്രഹ്മാസ്മി. അതാണ് അടുത്ത് പൂർണ്ണം ഇത എന്ന് പറയുന്നു. ഇത് പൂർണ്ണമാണ്, അപ്പൊ അത് പൂർണ്ണമാണ്, ഇത് പൂർണ്ണമാണ്. അത് ഇത് എന്നുള്ളത്, അത് ഇത് എന്നുള്ള ഭേദം നിർദ്ദേശിക്കുന്നത് ആ ബോധം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയെ പറയും. അതും ഇതും ഒന്നാണ് എന്നറിയുന്നു. ഈ ജഗത്തിന് കാരണമായിരിക്കുന്നതും ഏതെന്നാണോ ജഗത്തായി മാറിയതും അതും ഇപ്പോൾ ഇവിടെ ഈ ശരീരത്തിൽ പരിച്ഛിന്നമായിരിക്കുന്ന താൻ ഉൾപ്പെട്ട ഈ പ്രപഞ്ചം, ഇത് തത്വത്തിൽ വേറെയല്ല, ഒന്ന് തന്നെയാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ ഇതം എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുന്നതാണ് ഇതം അഗ്ര ആസീത് തദാത്മാനമേവ അവേദ അഹം ബ്രഹ്മാസ്മീതി. തന്നെ തന്നെ അവൻ അറിഞ്ഞു എന്നാണ് പറയുന്നത്. തത്സർവം അഭവത്. അതുകൊണ്ട് അവന് മനസ്സിലായി എല്ലാമായിരിക്കുന്നത്, നാമരൂപാത്മകമായ ഈ പ്രപഞ്ചമായിരിക്കുന്നത് അത് തന്നെയാണ്. തത്വമസിയിലെ തത്വം അത് തന്നെയാണ്. തഥാചശ്രുത്യന്തരം ഈ കാര്യം തന്നെ വീണ്ടും പറയുന്നുണ്ട്. ഈ പറയുന്നതല്ല എന്താണ്, ഈ തത്വം ഒന്നാണ്. തത്വമസി എന്ന് പറയുന്നത് നമ്മൾ പറയും ജീവബ്രഹ്മ ഐക്യത്തെ പറയണമെന്ന് പറയും, രണ്ടും ഒന്നാണെന്ന് പറയണം. പൂർണ്ണമത പൂർണ്ണമിത എന്ന് പറയുന്നത് തത്വമസി പറഞ്ഞ അതേ കാര്യം തന്നെ. എന്താണ് ജീവബ്രഹ്മ ഐക്യം, അത് തന്നെയാണ് പറയുന്നത്. അത് തന്നെ വേറെടുത്ത് പറയുന്നു യദേവേഹ തദമുത്ര യദമുത്ര തദനുഹ. ഇവിടെ ജഗത് കാരണമായിരിക്കുന്ന തത്വം, അങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ജന്മാദ്യസ്യത ശാസ്ത്രയോനിത്വ, ഇവിടെയൊക്കെ ജഗത് കാരണമായൊരു തത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് തന്നെയാണ് തദനു ഇഹ യദേവേഹ തദമുത്ര. രണ്ടു തീരും പറയുന്നു. അത് തന്നെയാണ് ഇഹ, ഈ ശരീരത്തിലിരിക്കുന്നത്, ബാഹ്യമായ നാമരൂപങ്ങളിലെല്ലാം പ്രകടമാകുന്നത് അത് തന്നെയാണ്. ജഗത്തിനെ എന്താണോ സൃഷ്ടിച്ചത് അത് തന്നെ ജഗത്തിൽ പ്രകടമാകുന്നു. ജഗത്തിന് എന്താണോ കാരണമായിരിക്കുന്നത് ജഗത്ത് തത്സ്വരൂപമായിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഈ ശരീരത്തിൽ എന്താണോ അനുഭവപ്പെടുന്നത് തദമുത്ര, അത് തന്നെയാണ് പരമാർത്ഥം, പരമാർത്ഥ കാരണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെ. അദ്വൈതത്തിൽ സാധാരണ പറഞ്ഞു വരുന്ന പ്രസിദ്ധമായ ഒന്നാണ് ജീവബ്രഹ്മ ഐക്യം. ഇത് രണ്ടും ഒന്നാണ്, ഏകരസം ഏകസ്വഭാവം. അക്കാര്യമാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതോ അധശബ്ദവാച്യം പൂർണ്ണം ബ്രഹ്മ തദവീതം പൂർണ്ണം കാര്യസ്ഥം നാമരൂപ ഉപാധി സംയുക്തം അവിദ്യ ഉദ്രിക്തം. പിന്നെ ഇതിങ്ങനെ ഉദ്രിക്തമായിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവത്തിന് വിഷയമായിരിക്കുന്നു, പ്രകടമായിരിക്കുന്നു, പ്രതീതമായിരിക്കുന്നു എന്നെല്ലാം പറയാം. എന്തുകൊണ്ട്? അവിദ്യ കൊണ്ട്. എങ്ങനെ? നാമരൂപ ഉപാധി സംയുക്തം, നാമരൂപ ഉപാധികളോടുകൂടി ചേർന്ന് ഞാൻ എന്നിങ്ങനെ, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഇത്തരത്തിൽ ഇതാണ് നാമരൂപ ഉപാധികളോടുകൂടിയിരിക്കുന്നത്, വിചാരങ്ങളോടുകൂടി അവിദ്യ കൊണ്ടിങ്ങനെ പ്രകടമായിരിക്കുന്ന ഈ ഭാവം, ജീവഭാവം, അതെവിടെ? കാര്യസ്ഥം, കാര്യകരണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു, നാമരൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു, സർവത്ര ഇതിങ്ങനെ പ്രകടമാകുന്നു. ഏതത്? അതിനാണ് ഇവിടെ അതോ അധശബ്ദവാച്യം പൂർണ്ണം ബ്രഹ്മ. അധശബ്ദം കൊണ്ട് പറഞ്ഞ പൂർണ്ണത തന്നെയാണ്. അതിനെ തന്നെയാണ് മറ്റു സ്ഥലങ്ങളിൽ ബ്രഹ്മം എന്ന് പറയുന്നത്. അത് തന്നെയാണ് തദേവ ഇതം പൂർണ്ണം, ഈ ശരീരസ്ഥിതമായിരിക്കുന്ന ആ പൂർണ്ണത തന്നെയാണ്. ഇവിടെ സർവത്ര ബോധിപ്പിക്കുന്നത് പൂർണ്ണതയെക്കുറിച്ചാണ്, അപൂർണതയെ ബോധിപ്പിക്കുന്നില്ല.
തന്നിൽ പൂർണ്ണതയേ ഉള്ളൂ, അപൂർണതയില്ല. അപൂർണതയെ അനുഭവപ്പെടുന്നുണ്ടല്ലോ, പിന്നെ ഇല്ല എന്ന് നിഷേധിച്ചിട്ട് എന്താണ് കാര്യം? താൻ പൂർണ്ണനാണെന്ന് പറയുന്നു. പൂർണ്ണൻ എന്ന് പറയുമ്പോൾ അത് മുമ്പ് പറഞ്ഞല്ലോ, നിരന്തരമാണ്, സർവവ്യാപിയാണ്, ഏക സ്വഭാവമാണ്, പ്രജ്ഞാനഘനമാണ്. അതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. അങ്ങനെ താൻ പൂർണ്ണതയാണെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളല്ല? അതിൻ്റെ ഇടയ്ക്ക് അവിദ്യ കടന്നു വന്നു. പൂർണ്ണതയെക്കുറിച്ചുള്ള ബോധമില്ലായ്മ, പൂർണ്ണതയ്ക്ക് വിപരീതമായ ബോധമുണ്ടായി. അതാണ് അവിദ്യ ഉദ്രിക്തം എന്ന് പറയുന്നത്. ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ, ആ അവിദ്യ മാറുക, പൂർണ്ണതയെക്കുറിച്ചുള്ള ബോധമില്ലായ്മ മാറുക, വിപരീതമായ ബോധങ്ങൾ മാറുക. അതിനെന്താ? വിദ്യ, അറിവ്. അതെങ്ങനെ? അതിനെ ബോധിപ്പിക്കുന്ന ശ്രുതി തന്നെ. അത് നോക്കുമ്പോൾ ഇത് വളരെ ലഘുവായ കാര്യമാണ്. അദ്വൈത ബോധത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതാണ് എപ്പോഴും നമുക്ക് പ്രയാസമായി വരുന്നത് ഇതിന്റെ പരിച്ഛിന്ന ഭാവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് പ്രയാസമാണ്. ബുദ്ധിയിൽ ഓർമ്മിച്ചു വയ്ക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വരും. ഇവിടെ അതൊന്നുമില്ല, അങ്ങനെ ബുദ്ധിയിൽ ഓർമ്മിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കാര്യത്തെ വളരെ ലഘുവായി ആണ് പറയുന്നത്. ബോധമില്ലായ്മ ഒന്ന് തത്വത്തെക്കുറിച്ചുള്ള, അതോടൊപ്പം തന്നെ വിപരീത ബോധങ്ങളും വന്നു. നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. അതിനെന്താ പരിഹാരം? ബോധം ഉണ്ടാകുക. എന്തിന്റെ ബോധം ഉണ്ടാകണം? പരമാർത്ഥ ബോധം ഉണ്ടാകണം. എന്താണ് ഇപ്പോൾ ഉള്ളത്? പരമാർത്ഥമല്ലാത്തതിന്റെ ബോധം. അപ്പൊ പരമാർത്ഥ ബോധം കൊണ്ട് എന്താ പ്രയോജനം? അത് ഈ ബോധമില്ലായ്മയെ, വിപരീത ബോധങ്ങളെ നശിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു. അത്രയും ലഘുവായിട്ടാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അതിനെന്ത് വേണം? ആ പൂർണ്ണത, അതിനെക്കുറിച്ചുള്ള ബോധമാണ് വരേണ്ടത്. മറിച്ചെന്തെങ്കിലും വഴിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈ ബോധത്തെ ആശ്രയിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ സാധന, സാധ്യം അങ്ങനെ ഒന്നും തന്നെയില്ല. അതാണ് പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ, സാധ്യ സാധന നിർമുക്തം. സാധ്യസാധന നിർമുക്തമാണ് തത്വം എന്നുള്ള ബോധം ഉള്ളവന് പിന്നെ സാധ്യമോ സാധനങ്ങളോ ഇല്ല. അത് പിന്നെ അനുഷ്ഠേയമായ ഒന്നുമില്ല. ആ ബോധം ഉണ്ടാവണം. ആ ബോധം ഇവിടെ പറയുന്നു അത് പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ബോധമായതുകൊണ്ട് അത് വളരെ ലഘുവാണ്. ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കി തരുന്നു. ഒരു പരിശ്രമം കൊണ്ട് ശ്രദ്ധിക്കുന്നതല്ല ബോധം. അതിനെ പറയുന്നു വസ്തുതന്ത്രം എന്ന് പറയും. വസ്തുതന്ത്രം ഇവിടെ പരിശ്രമമില്ല. പരിശ്രമമില്ലാതെ എങ്ങനെയാ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു? കാരണം നമുക്ക് പല അറിവും ഉണ്ടാകുന്ന ഒരുപാട് പരിശ്രമിച്ചിട്ടാണ്. അവിടെ വായിച്ചും പഠിച്ചും ചിന്തിച്ചൊക്കെയാണ് അറിവുണ്ടാകും. ഇവിടെ പിന്നെ പരിശ്രമം കൂടാതെ എങ്ങനെയാ ഈ ബോധം ഉണ്ടാകുന്നു? അത് ശരിയാണ്. നമുക്ക് പരിശ്രമിച്ച് ഒരുപാട് ബോധം ഉണ്ടാകുന്നു. പക്ഷെ ആ പരിശ്രമിച്ചുണ്ടാകുന്ന ബോധമൊക്കെ എന്താണ്? അത് ഈ ബോധത്തെ സംബന്ധിച്ചുള്ള ബോധമില്ല, പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ബോധമില്ല. പരമാർത്ഥമല്ലാത്ത അവിദ്യാകാര്യങ്ങളെ സംബന്ധിച്ചുള്ള ബോധത്തിനാണ് പരിശ്രമം ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് അധ്വാനിക്കുന്നു.
ബുദ്ധിക്ക് ഒരുപാട് ആയാസം ഉണ്ടാക്കിയാൽ കുറച്ച് ബോധം നമുക്ക് കിട്ടും. പിന്നെ അത് സ്ഥായിയായിരിക്കും, അത് സ്മൃതിയിൽ സൂക്ഷിച്ചിരിക്കും. സ്മൃതി നഷ്ടപ്പെട്ട ആ ബോധം പോയി. ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ബോധത്തിന് യാതൊരു പ്രയോജനവുമില്ല. എത്രയൊക്കെ അറിവ് നേടി വെച്ചാലും നമുക്ക് ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ പ്രയോജനം? അപ്പോൾ അതെല്ലാം എന്താണ്? അവിദ്യ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ബോധത്തിനെ സംബന്ധിച്ച് അതൊക്കെ ശരിയാണ്. പൂർണ്ണതയെക്കുറിച്ചുള്ള ബോധം അങ്ങനെയല്ല. അത് അയത്നസിദ്ധമാണ്, അനായാസസിദ്ധമാണ്. അതങ്ങനെ പറയുന്ന ശ്രവണമാത്രേണ പൂർണ്ണം സ്വരൂപമാണെന്ന് ബോധിപ്പിച്ച ശ്രോതാവ് ബോധിക്കുന്നു, അത്രയല്ല. അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും കുറയ്ക്കാനോ ഒന്നുമില്ല. നമ്മൾ സാധാരണ പറയുന്നതാണ് അറിവിനെ വർദ്ധിപ്പിക്കും. എങ്ങനെ അത് വർദ്ധിപ്പിക്കുന്നു? ഇന്നലെ അറിഞ്ഞ അറിവിനോട് ഇന്നത്തെ അറിവിനെ കൂട്ടിച്ചേർക്കും, നാളത്തെ അറിവിനെ കൂട്ടിച്ചേർക്കും, അങ്ങനെ കൂട്ടിച്ചേർത്ത് വലിയ ശാസ്ത്രങ്ങളും എല്ലാം ഉണ്ടാവും. ഇവിടെ അങ്ങനെയുള്ള അറിവില്ല. കൂട്ടിച്ചേർത്ത് വലുതാക്കി കൊണ്ടുവരുന്ന അറിവില്ല. ഇന്നലെ പഠിച്ചതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് പഠിച്ച് ഇന്നലെ എന്താണോ നമ്മൾ ഓർത്തത് അതിന്റെ കൂടെ ഇന്ന് ചേർത്ത് വയ്ക്കുന്ന ഒരറിവല്ല ഇത്. എന്തുകൊണ്ട്? ഇത് പൂർണ്ണതയെക്കുറിച്ചുള്ള ബോധമാണ്. പൂർണ്ണത സ്വയം എന്താണ്? ആ ബോധസ്വരൂപമാണ്. അതിനെക്കുറിച്ചുള്ള ബോധം. അതിനൂടെ പ്രബോധം എന്ന് പറഞ്ഞത് മറ്റ് ബോധങ്ങളിൽ നിന്നൊക്കെ അത് വ്യത്യസ്തമാണ്. അപ്പോൾ ബോധത്തിന് ഒരു പരിശ്രമം ആവശ്യമില്ല എന്നുള്ളതല്ല, പരിശ്രമം കൊണ്ടിട്ട് സാധിക്കുന്നതുമില്ല. സഹജമായ ഒന്നും തന്നെ പരിശ്രമം കൊണ്ട് സാധിക്കില്ല. അഗ്നിയുടെ പ്രകാശത്തെ അഗ്നിയിൽ ഒരാൾക്ക് പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. മണ്ണുകൊണ്ട് മൺപാത്രത്തെ ഉണ്ടാക്കും പോലെ അഗ്നി കൊണ്ട് ഉഷ്ണത്തെ ഉണ്ടാക്കാൻ ആർക്കും കഴിയത്തില്ല. ഇതുകൊണ്ട് സ്വഭാവമാണ്. അതുപോലെ ബോധം തന്നെ സ്വഭാവമാണെങ്കിൽ ആ ബോധത്തിന്റെ പ്രകാശം ആരുടെയും പരിശ്രമം കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല. അത് സിദ്ധമാണ്, അനായാസസിദ്ധമാണ്. എന്താണ് ആദിത്യന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നതിന്? കണ്ണു തുറക്കുക എന്നുള്ളതല്ലാതെ വേറെ പരിശ്രമത്തിന്റെ ആവശ്യമില്ല. ഇന്ദ്രിയവും അർത്ഥവുമായിട്ടുള്ള ബന്ധം സന്നികർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ബോധം അവിടെ ഉണ്ടായിപ്പോകും. ഇത് ആദിത്യനാണ്, ആദിത്യന്റെ പ്രകാശമാണ്, ബോധം ഉണ്ടാകുന്നത്. പല പരിശ്രമങ്ങളെല്ലാം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ബോധത്തിന് വേണ്ടിയിട്ടല്ല. ഇതെന്താണ്? ഇമ തുറക്കുന്നത് പോലെ, അത്രയേ ഉള്ളൂ. ഇമ തുറന്നാൽ പ്രകാശം, ഇമ അടച്ചു കഴിഞ്ഞാൽ ഇരുട്ട്. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇമയുടെ സ്ഥാനത്ത് എന്താണ്? വാക്യം, ഉപദേശം. ഉപദേശം ശ്രവിച്ചാൽ ബോധം, ഉപദേശം ശ്രവിച്ചാലേ അവിദ്യ. ഇത്ര മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടത് അവിദ്യാകാര്യമല്ല? തത്വമാണ്, പൂർണ്ണമാണ്, പരമാർത്ഥമാണ്. സർവത്ര ഇവിടെയും പറഞ്ഞു, നാമരൂപ ഉപാധി സംയുക്തം അവിദ്യ ഉദ്രിക്തം. എവിടെയൊക്കെ ഇത് അവിദ്യ കൊണ്ട് പ്രതീതമാകുന്നു പറയുന്നു. സംസാരം, അത് ബന്ധനം, അത് ജന്മജന്മാന്തരമായ ബന്ധനങ്ങളാണ്. ഇങ്ങനെ എല്ലായിടത്തും അവിദ്യയെ കൂട്ടുപിടിക്കുന്ന എവിടെയോ അവിദ്യ കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? ഇത് പരമാർത്ഥമല്ല, വിദ്യ ഇതില്ലാതായിത്തീരുന്നതാണ്. സഹജമായ വിദ്യയിൽ അതില്ലാതായിത്തീരുന്നതാണ്. സഹജം, വിദ്യ സഹജമാണെങ്കിൽ പിന്നെ എന്തിനാ വാക്യത്തിന്റെ ആവശ്യം? സഹജമായ ഒന്നിന് പുറമേ ഒന്നിന്റെ ആവശ്യമുണ്ടല്ലോ. ഉപദേശമാണെങ്കിൽ വാക്യം പിന്നെ ഇതിനെന്ത് ചെയ്യാനാണ്? സഹജമാണെങ്കിൽ
അത് ഇത്രയേ ഉള്ളൂ. അവിദ്യ ഉദ്രിക്തം. അവിദ്യയാൽ ഇതെല്ലാം പ്രതീതമായിരിക്കുന്നു. അത് പരമാർത്ഥമല്ലെങ്കിലും അത് ഉദ്രിക്തമായി, പ്രകടമായി. അതിന്റെ ഭാഗം തന്നെയാണ് വാക്യവും. അല്ലാതെ വാക്യത്തിന് വേറിട്ടൊരു മഹത്വമൊന്നുമില്ല. അവിദ്യയാൽ പ്രകടമായിരിക്കുന്നതിന്റെ ഭാഗമാണ് വാക്യം, ഉപദേശവുമില്ല. പക്ഷെ അതിന്റെ സവിശേഷത എന്താണ്? അത് ഇമ തുറക്കുന്നത് പോലെ തന്നെ അത് പറയുന്നത് എന്താണ്? കണ്ണ് പ്രകാശത്തെ പ്രകാശിപ്പിച്ചു എന്ന് നമ്മൾ പറയും. നമ്മൾ സാധാരണ പറയും പ്രകാശത്തെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം കണ്ണിലുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ചക്ഷു എന്ന് പറയുന്നത് സ്വയം തൈജസ്സമാണ്, അത് പ്രകാശമാണത്. അത് സ്വയം പ്രകാശം തന്നെയാണ്. പിന്നെ പ്രകാശത്തെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെറും ആലങ്കാരികമായൊരു ഒരു പ്രയോഗം, ഒരു ശബ്ദ ആഡംബരം എന്ന് പറയും. അതിൽ കവിഞ്ഞൊന്നുമില്ല. എന്തുകൊണ്ട്? സ്വയം തൈജസ്സമായിരിക്കുന്ന, സ്വയം പ്രകാശമായിരിക്കുന്ന കണ്ണിന് എന്തിനാ പ്രകാശിപ്പിക്കാനുള്ളത്? അത് പ്രകാശിപ്പിക്കുമെന്ന് പറയുന്ന തേജസ് അതും അത് തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. കണ്ണ് സ്വയം തേജസ്സമാണ്. അത് പ്രകാശിപ്പിച്ചു എന്ന് നമ്മൾ കരുതുന്ന സൂര്യ തേജസ് അതും പ്രകാശമാണ്. പിന്നെ പ്രകാശിപ്പിക്കുക എന്നെല്ലാം പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? വിശേഷ അർത്ഥമൊന്നുമില്ല. അത് പ്രകാശിക്കുന്നു, അത്രയേ ഉള്ളൂ. വിശേഷ അർത്ഥമൊന്നുമില്ല. എന്തായാലും ഒരു കാര്യം നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. കണ്ണ് തുറന്നു, അവിടെ ഇത് പ്രകാശമാണ് എന്നുള്ള പ്രകാശത്തിന്റെ സാക്ഷാത്കാരം അത് സംഭവിക്കുന്നു. അത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. പിന്നെ അതെങ്ങനെ സംഭവിക്കുന്നു? കണ്ണെന്താണ്? തൈജസ്സമാണോ? സൂര്യൻ എന്താണ്? ഇത് നമ്മൾ ചിന്തിക്കാറില്ല. ചിന്തിക്കാതെ നമ്മൾ പ്രയോഗിക്കും. എന്താണ്? കണ്ണ് ആദിത്യനെ പ്രകാശിപ്പിച്ചു എന്ന് പറയും. വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? ആദിത്യൻ പ്രകാശിക്കുന്നു. ആദിത്യന്റെ തന്നെ ആ തേജസ് അത് തന്നെ കണ്ണായി ചക്ഷു രൂപത്തിലിരിക്കുന്നു. അവിടെ സംഭവിക്കുന്നത് എന്താണ്? കേവലമായ പ്രകാശം. എന്തുകൊണ്ട്? ആദിത്യന് സ്വയം വിരളായിരിക്കാൻ കഴിയില്ല. പ്രകാശസ്വരൂപനായ ആദിത്യന് പ്രകാശമായിരിക്കാനേ കഴിയും. കണ്ണ് ഇത്രയും കാലം അടഞ്ഞിരുന്നു. അത് അവിടെ പറയുന്നത് അടഞ്ഞിരുന്ന കണ്ണ് തുറന്നു, പ്രകാശം വന്നു, കണ്ണ് പ്രകാശിപ്പിച്ചു എന്നെല്ലാം പറയുന്നു. അതൊന്നും സത്യമല്ല. കണ്ണു തുറന്നു, ആദിത്യൻ പ്രകാശിക്കുന്നു. അവനിവിടെ വാക്യം ശ്രവിച്ചു, തത്വം പ്രകാശിക്കുന്നു. ആ പ്രകാശം സഹജമാണെങ്കിൽ പിന്നെ വാക്യത്തിന്റെ ആവശ്യം എന്തെന്നാണ്? സഹജമാണെങ്കിൽ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. സഹജമായത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? അഗ്നിയിൽ ഉഷ്ണത്തെ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? കഴിയില്ലല്ലോ. അത് സഹജമായിരിക്കുന്ന ഈ ബോധം വാക്യത്തെ ആശ്രയിച്ച് എങ്ങനെ പ്രകാശിക്കും? ഇതുപോലെയുള്ളൂ. അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കണ്ണ് തുറക്കുന്നത് പോലെ വാക്യത്തിന്റെ ആവശ്യം വന്നു. എന്തുകൊണ്ടതും അവിദ്യാകാര്യമാണ്. അവിദ്യാകാര്യമായതുകൊണ്ട് പ്രകാശിക്കുന്നില്ല എന്നുള്ള ഈ അനുഭവം അത് അവിദ്യയാണ്, അല്ലെങ്കിൽ അവിദ്യാകാര്യമാണ്. ഇതാ മറ്റു പലതും പ്രകാശിക്കുന്നു എന്നുള്ള ഈ അനുഭവം ഇതും അവിദ്യയാണ്, അല്ലെങ്കിൽ അവിദ്യാകാര്യമാണ്. ഇതെല്ലാം ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവിടെ ശബ്ദത്തിന്റെ ആവശ്യമാണ്. വാസ്തവത്തിൽ അത് സ്വയം പ്രകാശിക്കുന്നത് തന്നെയാണ്. ശബ്ദം എന്ത് ചെയ്തു? പറയുന്നു കണ്ണ് സൂര്യനെ പ്രകാശിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ ശബ്ദം തത്വത്തെ പ്രകാശിപ്പിച്ചു
എന്ന് ആലങ്കാരികമായി പറയുന്നു. അത് പ്രകാശിക്കുന്നു അത്രമാത്രം. അല്ല, പ്രകാശത്തെ അത് സൃഷ്ടിക്കുകയല്ല. പ്രകാശം അവിടെ ഉത്പന്നമാകുന്നില്ല. എന്തുകൊണ്ട്? പൂർണ്ണ അതിന്റെ സ്വഭാവമാണ്, സ്വരൂപമാണ് ബോധം, സച്ചിദാനന്ദം എന്ന് പറയാൻ. സത്യജ്ഞാനം അനന്തം ബ്രഹ്മ, വിജ്ഞാനം ആനന്ദം ബ്രഹ്മ. അപ്പം അത് എപ്പോഴും പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ വാക്യത്തിന്റെ ആവശ്യം, വാക്യത്തിൽ നിന്ന് ഉള്ള ബോധത്തിന്റെ ആവശ്യം അതിനു വേണ്ടിയിട്ടാണ്. അതാണ് പറഞ്ഞു വരുന്നത്. സർവത്ര അവിദ്യ എന്ന് പറയുന്നത്, അവിദ്യയെ കൊണ്ടുവരുന്നത് സർവത്ര ഈ ബോധത്തിൽ അത് നശിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉടനെ അവിടെ കുതർക്കം വരും. ഉള്ളതല്ലേ നശിക്കത്തുള്ളൂ, ഇല്ലാത്തതിനെങ്ങനെ നശിപ്പിക്കാൻ പറ്റും? അതെങ്ങനെ നശിക്കും? ബോധം കൊണ്ട് അവിദ്യ നശിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അവിദ്യ വേണമല്ലോ, ഇല്ലാതെ എങ്ങനെ നശിക്കും? അതുകൊണ്ടാണ് ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞത്. അതും ശരിയല്ല. എന്തുകൊണ്ടാണ്? ഒരിക്കലും ബോധം കൊണ്ട്, അറിവ് കൊണ്ട് നശിക്കുന്ന ഒന്നല്ല അവിദ്യ. നേരത്തെ പറഞ്ഞല്ലോ, വാക്യം കൊണ്ട് ഉണ്ടാകുന്നു എന്ന് കരുതുന്നത് പോലെ അതും ഈ അവിദ്യയിൽ നിന്നുകൊണ്ട് അവിദ്യക്ക് അധീനനായി ജ്ഞാനത്തെക്കുറിച്ചും അവിദ്യയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ വരുന്ന ഒരു ഭ്രാന്തിയാണ്. ഈ പ്രകാശം കൊണ്ട്, ബോധം കൊണ്ട് അവിദ്യ നശിക്കുന്നത്. നേരത്തെ പറഞ്ഞ യുക്തി ശരിയാണ്. എന്താണ്? നശിക്കണമെങ്കിൽ ഒന്നും ഉണ്ടാകണം, ഉണ്ടാകാത്തതിന് നശിക്കാൻ പറ്റുന്നു. അഗ്നി അതിന്റെ ആശ്രയമായിരിക്കുന്നു, ഇന്ധനത്തെ നശിപ്പിക്കുന്നു. അഗ്നിയെപ്പോലെ ഇന്ധനത്തിനൊരു സത്തയുണ്ട്. അപ്പോൾ അഗ്നിയിൽ അത് നശിച്ചേ മതിയാവും. അതുപോലെ ഒരു സമസത്ത ഈ ബോധത്തിനും അവിദ്യയ്ക്കുമില്ല. ബോധത്തെ പോലെ ഒരു സത്തയുള്ള ഒന്നല്ല അവിദ്യ. അവിദ്യ ഇല്ലാത്തതാണ്, എന്നാൽ പ്രതീതമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ബോധം കൊണ്ട് അതിനെ നശിപ്പിക്കുന്നു, നശിച്ചു പോകുന്നു എന്ന് പറയുന്ന ഒരു വാഗാഡംബരമാണ്, പരമാർത്ഥമല്ല. കാരണം അത് പരമാർത്ഥമല്ല. പരമാർത്ഥം ഒന്നേ ഉള്ളൂ. എന്താണ്? പൂർണ്ണം. ഇവിടെ പറയുന്നു ആ പൂർണ്ണത്തിന്റെ ബോധം, പൂർണ്ണബോധം, പൂർണ്ണസ്യ എന്ന് പറയുന്നു. പൂർണ്ണബോധം. നമ്മൾ സാധാരണ പൂർണ്ണത്തിന്റെ ബോധം എന്ന് പറയും. അതുപോലെയുള്ളൂ എന്റെ കൈയെന്ന് പറയുന്നത് പോലെയുള്ളൂ. എന്റെ കൈയെന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യിൽ നിന്ന് വേറിട്ടൊരാളാണോ ഞാൻ? എന്റെ കാലെന്ന് പറഞ്ഞാൽ കാലിൽ നിന്ന് വേറിട്ടൊരാൾ ഞാൻ ഉണ്ടായിട്ടാണോ അത് പറയുന്നത്? എന്റെ പശു എന്ന് പറയുമ്പോഴാണോ? അല്ല. എന്റെ കൈയും എന്റെ കാലും എന്ന് പറയുമ്പോൾ ആ കൈയും കാലും എല്ലാം ഞാനാണ്, അതുകൂടെ ചേർന്നാണ് ഞാൻ എന്നാണ് അങ്ങനെ പറയുന്നു. ഇവിടെയും പറയുന്നു പൂർണ്ണസ്യ. അപ്പൊ അതിന്റെ ആ പൂർണ്ണം എന്ന് പറയുന്നത് ബോധമാണ്. ആ പൂർണ്ണത്തിന്റെ തന്നെ പ്രകാശമാണ് ആ ബോധം. ആ ബോധത്തിൽ അവിദ്യ നശിക്കുന്നു എന്ന് എത്രയോ സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. അവിദ്യാനാശമാണ് മുഖ്യം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അതിന്റെ താല്പര്യം എന്താണ്? അവിദ്യ എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടായിട്ട് നശിച്ചു എന്നുള്ളതല്ല. സർവത്ര അവിദ്യ കൊണ്ടുവരുന്നത് നാശത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ആ ബോധത്തിൽ അവിദ്യ പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ്. അതാണ് അവിദ്യാനാശം. അവിദ്യ പരമാർത്ഥമല്ല എന്ന് ബോധിക്കുക, അതാണ് ബോധം എന്ന് പറയുന്നത്. അവിദ്യ പരമാർത്ഥം അല്ല എന്ന് ബോധിക്കുക എന്ന് പറഞ്ഞാൽ അവിദ്യ, പിന്നെ അത് പരമാർത്ഥമല്ല എന്നുള്ള ബോധം, അങ്ങനെ ഒരു ഭേദത്തിലല്ല പറയുന്നു. ബോധത്തിന്റെ സ്വഭാവം തന്നെ അതാണ്. എന്താണ്? അവിദ്യ പരമാർത്ഥമല്ല എന്നാ. ആ തത്വത്തിന്റെ, അത് പറയുന്നില്ല, തത്വം പറയുന്നത് സത്താണ്, ചിത്താണ്, ആനന്ദമാണ്, വിജ്ഞാനമാണ്, നിത്യമാണ്, മുക്തമാണ് എന്നെല്ലാം പറയുന്നു. ഒരേ ഒരു പ്രകാശം തന്നെ ഇത് രക്തവർണ്ണമാണ്, ഇത് പീതവർണ്ണമാണ്, ഇത് ഹരിതവർണ്ണമാണ്, ഇങ്ങനെ നാനാ വർണ്ണങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഒരേ പ്രകാശം.
വാസ്തവത്തിൽ ഈ നാനാവർണ്ണങ്ങളെന്ന് പറയുന്നത് പ്രകാശത്തിൽ നിന്ന് വേറിട്ടെന്തെങ്കിലുമാണോ? അല്ല. പ്രകാശം തന്നെയാണ് ഹരിതമായും പീതമായും വിരക്തമായും എല്ലാം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഏകമായ ഈ ബോധം തന്നെയാണ്. അതിനെ തന്നെ സത്വം എന്ന് പറയുന്നു, ആനന്ദം എന്ന് പറയുന്നു, നാനാതരത്തിൽ പറയുന്നു, നിത്യമെന്ന് പറയുന്നു, മുക്തമെന്ന് പറയുന്നു. ഒരേ പ്രകാശം തന്നെ രക്ത പീത ഹരിത കപിശ നാനാവർണ്ണങ്ങളിൽ അനുഭവപ്പെടുന്നത് പോലെ ഒരേ ബോധം തന്നെയാണ്, ഒരേ അറിവ് തന്നെയാണ്. ആ അറിവിൽ അവിദ്യ നശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതുവരെ, അങ്ങനെ ഒരു അറിവുണ്ടാകുന്നത് വരെ എന്താണ്? ഇത് അപൂർണമാണ്, ഇത് അനിത്യമാണ് തുടങ്ങിയ ഈ അവിദ്യ, അതിനെ പറയുന്നു ഭ്രാന്തി എന്ന് പറയുന്നു. അവിദ്യാഭ്രാന്തി അതെല്ലാം ബാധിച്ചു പോകുന്നു. നശിക്കുക എന്ന് പറഞ്ഞാൽ അത് ബാധിച്ചു പോകുന്നു. ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും സത്യമല്ല എന്ന് ബോധ്യപ്പെടുന്നു. ഒരുവൻ തന്നെ കുറിച്ച് സദാസമയം ചിന്തിക്കുകയാണ്, ഞാൻ അപൂർണനാണ്, എനിക്ക് യോഗ്യതകളില്ല, എനിക്ക് പോരായ്മകളേ ഉള്ളൂ, എനിക്ക് പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെ തന്നെ കുറിച്ച് അപകർഷാത്മകമായിട്ട് അധമമായി ചിന്തിക്കുന്ന ഒരുവനുള്ളതല്ല ദ്വൈതബോധം. അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും സാധ്യസാധനങ്ങളുടെ ഊരാക്കൊടുക്കുക അതിൽപ്പെട്ടു പോകും. സാധ്യസാധനങ്ങളിൽ മുഴുകിയിരിക്കുന്നവനൊരിക്കലും സാധ്യസാധനങ്ങളിൽ നിന്നും മോചനമില്ല. അവൻ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കത്തേ ഉള്ളൂ. അപ്പൊ ആ ദ്വൈതബോധത്തിൽ അങ്ങനെ സാധ്യം സാധനം എന്നുള്ള ഭേദബുദ്ധിയോടുകൂടി ചെയ്യാനോ നേടാനോ യാതൊന്നും തന്നെ ഇല്ല. അതിൽ നിന്നവൻ മുക്തനാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കുരുക്കെന്ന് പറയുന്നത് ഇതാണ്. ഒരുവൻ സ്വയം തന്നെ സാധനങ്ങളിൽ ബന്ധിക്കുക, ഒരുവൻ സ്വയം തന്നെ സാധ്യങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ നിലനിർത്തുക. സാധ്യം എന്ന് പറയുന്നത് അവാസ്തവമാണ്, അവിദ്യാകാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് മുക്തി തന്നെ ആയാലും ശരി കേവലം സങ്കല്പമാണ്. അത് എന്താണ്? ഈ സാധനങ്ങളിൽ ഒരുവനെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള കേവലം പ്രതീക്ഷ മാത്രമാണ്. അതിൽ മുഴുകിക്കിടക്കുന്ന ഒരു രീതിയാണ് ഇവിടെ പറയുന്നത് അവിദ്യയുടെ ബാധയെക്കുറിച്ചാണ്. അതെന്താണ്? ഇതൊന്നും പരമാർത്ഥമല്ല എന്ന് ബോധിക്കുക. ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നവൻ പിന്നെ ഇതിൽ വന്ന് കുരുങ്ങുന്നില്ല. അതാണ് അവിദ്യാനാശം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ അവശേഷിച്ചത്? എന്താ നമ്മൾ പറഞ്ഞത്? പരമാർത്ഥമല്ല എന്ന് ബോധിക്കുക. പരമാർത്ഥമല്ല എന്ന് ബോധിക്കുക എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്നത് എന്താണ്? ബോധം. എന്തിനെ കുറിച്ചുള്ള ബോധം? പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം. എന്താണ് പരമാർത്ഥം? അതാണ് പറഞ്ഞു, ദൈവ ഇഹ തദമുത്ര യദമുത്ര തതന്നിഹ തത്സർവം അഭവത്. ആ പരമാർത്ഥം തന്നെയാണ് സർവവുമായി പ്രതീതമായിരിക്കുന്നത് ഈ ബോധം. ഇവിടെ പിന്നെന്താ ഉപായങ്ങൾ? ഇവിടെ പിന്നെ എന്താ ലക്ഷ്യമായിരിക്കുന്നത്? ഉപായം ഉപേയം എന്ന് പറയുന്ന ഭേദമേ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ആ പരമാർത്ഥ ബോധം. ആ പരമാർത്ഥ ബോധം മാത്രമേ ഒരുവന് നിത്യവിശ്രാന്തിയെ കൊടുക്കത്തുള്ളൂ. അതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. ഈ ബോധത്തിന്റെ സവിശേഷത അതാണ്. പ്രകാശത്തിന്റെ സവിശേഷതയാണ്. അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാ അന്ധകാരത്തെ അത് മാറ്റും. അല്ലെങ്കിൽ പിന്നെ പ്രകാശമൊന്നുമില്ല. അതുപോലെ ഇവിടെ സാധ്യം സാധനം എന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള എല്ലാ ബോധക്കേടുകളെയും ബോധം മാറ്റും. അവിടെ മാത്രമേ ഒരുവന് നിത്യവിശ്രാന്തി എന്ന് പറയുന്നത് ബോധത്തിലേ സംഭവിക്കത്തുള്ളൂ. മറ്റുപായങ്ങളിലൂടെ ഇന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ
യോഗത്തിന്റെ അഭ്യാസത്തിലൂടെ ഏതെങ്കിലും അവസ്ഥകളെ പ്രാപിച്ചെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപായങ്ങളിലൂടെ എന്തെങ്കിലും മഹത്വത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞു, ഒന്നും കാര്യമില്ല. അതുകൊണ്ടാണ് എന്താ ഇവിടെ പറഞ്ഞു വരുന്നത്, അവിദ്യാശബ്ദം ഉപയോഗിക്കുന്നു. അവിദ്യ ഉദ്രിക്തം എന്തിനു വേണ്ടി? ഇതെല്ലാം ബോധം കൊണ്ട് പരമാർത്ഥമല്ല എന്ന് ബോധിക്കത്തക്കതാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി. അതാണ് മുഖ്യമായ കാര്യം. തസ്മാദേവ പരമാർത്ഥ സ്വരൂപാത് അന്യദിവ പ്രത്യോഭാസമാനം പറയുന്നു. ഇവിടെ പറഞ്ഞ പൂർണ്ണം മുമ്പ് ഇത് വന്നിട്ടുണ്ട്. പരമാർത്ഥ സ്വരൂപം നേരത്തെ പറഞ്ഞല്ലോ. അവിദ്യ, എന്തിനാ വിദ്യാശബ്ദം ഉപയോഗിക്കുന്നു? ഇതെല്ലാം അവിദ്യാകാര്യമാണ്, ഈ കാണുന്നതെല്ലാം അവിദ്യയാണ്. എന്തിനു പറയുന്നു? പറയുന്നു അന്യദിവ പ്രത്യോഭാസമാണ്. അത് ബോധിപ്പിക്കാൻ വേണ്ടി. അന്യം പോലെ, പരമാർത്ഥം അല്ലാത്തതുപോലെ, അപൂർണം അല്ലാത്തതുപോലെ നമ്മളുടെ ഒരുപാട് പോരായ്മകളെ ആരോപിക്കുകയാണ് വാസ്തവത്തിൽ. സ്വയം പൂർണ്ണസ്വരൂപനായിരുന്നിട്ട് പറയുന്നു ഞാൻ ബുദ്ധിയില്ലാത്തവനാണ്, കഴിവില്ലാത്തവനാണ്, പാപിയാണ്, ഒരുപാട് പോരായ്മകളുള്ളതാണ്, ഇനി എനിക്ക് ഒരുപാട് ജന്മങ്ങൾ വേണം, ഒരുപാട് സാധനങ്ങൾ അനുഷ്ഠിക്കണം, ഒരുപാട് അവസ്ഥകളെ കടക്കേണ്ടതുണ്ട്. എല്ലാം എന്താണ്? അന്യത് ഇവ പ്രത്യവഭാസമാനം, കേവലം പ്രതീതമാകുന്ന കാര്യങ്ങളാണ്. അന്ധകാരത്തെ കണ്ടിട്ട് പിന്നെ അതിന് പിശാചിനെ കാണുന്നത് പോലെയാണ്. കേവലം അന്ധകാരത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന പിശാചിനെ ഭയക്കുന്നു, പ്രേതബാധയ്ക്ക് വേണ്ടി പ്രതിവിധി ചെയ്യുന്നു. എല്ലാം എന്താണ്? അന്ധകാരം സൃഷ്ടിച്ചതാണ്. അതുപോലെയാണ് സംസാര നിവൃത്തിക്കുള്ള 4 ഉപായങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. പല അഭ്യാസങ്ങൾ ചെയ്യുന്നു, ജപിക്കുന്നു, തപിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. എന്താണ് പറയുന്നത്? അന്യദിവ പ്രത്യോഭാസമാനം, കേവലം പ്രതീതി. അതാണ്. അപ്പൊ അവിടെ തത്വത്തെ വെളിപ്പെടുത്തുന്നിടത്ത് യാതൊരു തരത്തിലും അസത്യത്തോട് സന്ധി ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ മറ്റ് സാധ്യസാധനങ്ങളിൽ വരുമ്പോൾ അസത്യത്തോട് സന്ധി ചെയ്തിട്ടാണ്. ആദ്യം ഒരുപാട് പോരായ്മകളെ തന്നെ ആരോപിച്ചിട്ട് ആ പോരായ്മകളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പോരായ്മകളുള്ള ഉപായങ്ങളെ സ്വീകരിക്കുന്നു. അതാണ് മറ്റ് ആധ്യാത്മിക മാർഗങ്ങളും സാധനങ്ങളും എല്ലാം ഈ തത്വത്തിന്റെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ. ഈ തത്വമില്ലാത്തവനെ സംബന്ധിച്ച് അതൊക്കെ പരമാർത്ഥമാണ്, അതിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ തത്വത്തിന്റെ നിലയിൽ നോക്കുമ്പോൾ എന്താണ്? തത്വബോധത്തിന്റെ വെളിച്ചത്തിൽ അന്യത് ഇവ പ്രത്യോഭാസമാണ്. അതെല്ലാം ഉള്ളതുപോലെ, അന്യമായിട്ടുള്ളതുപോലെ പ്രത്യാഭാസമാനം പ്രതീതമാകുന്നു. ആർക്ക്? ശ്രോതാവിന്. ഇത് പ്രതീതമാകുന്നു എന്ന് ശ്രോതാവ് ബോധിപ്പിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ആ ബോധത്തിൽ അവന്റെ സർവ്വ പരിശ്രമങ്ങളും അവിടെ അവസാനിക്കുന്നു. ആ ബോധത്തിൽ അവൻ നിത്യവിശ്രാന്തിയെ പ്രാപിക്കുന്നു. ആ നിത്യവിശ്രാന്തി പ്രാപിച്ചവന് പിന്നെ എവിടെയാ? എന്താ സാധനങ്ങൾ? അതാണ് പൂർണ്ണം എന്ന് ബോധിപ്പിക്കുന്നത്. പൂർണ്ണത്തിൽ ഒരു സാധനയ്ക്ക്, ഒരു സാധ്യത്തിനും യാതൊരു സ്ഥാനവുമില്ല. പക്ഷെ എന്താണ്? ആ പൂർണ്ണബോധമില്ലെങ്കിൽ പരമാർത്ഥ സ്വരൂപ ഇല്ലെങ്കിൽ അന്യദിവ പ്രത്യോഭാസമാണ്, അന്യമായി പ്രതീതമാകുന്നു. അപ്പോൾ അതിന് എന്താണ്? അസത്യം എന്ന് ബോധിക്കുക എന്ന് പറയുമ്പോൾ ശരീരേന്ദ്രിയ കരണങ്ങളുടെ വ്യാപാരങ്ങളെല്ലാം നിരോധിക്കുകയോ അതിലെന്തെങ്കിലും മാറ്റങ്ങളോ അത്ഭുതങ്ങളോ സംഭവിപ്പിക്കുകയോ ഒന്നുമില്ല. അതൊന്നുമല്ല. അതല്ല അതിന്റെ വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് വസ്തു സ്വഭാവത്തെ ഒന്നും മാറ്റാനോ മറിക്കാനോ ഒന്നും കഴിയത്തില്ല. ജലത്തിന്റെ സ്വഭാവമാണ് അത് താഴോട്ട് ഒഴുകുക എന്നുള്ളത്. അതിനെ മാറ്റാൻ പറ്റില്ല. എനിക്ക് തത്വത്തിന്റെ പരമാർത്ഥത്തെ ബോധിച്ചു, ഇനി ജലം മേളിലോട്ട് ഒഴുകും, അത് സംഭവിക്കുന്നു. വസ്തു സ്വഭാവത്തെ മാറ്റുക എന്നുള്ളതല്ല. പിന്നെന്താണ്? അത് അന്യദിവ, അന്യം പോലെയാണെന്ന് ധരിക്കും, ഭേദമുള്ളതുപോലെ ധരിക്കുന്നു, അങ്ങനെ പ്രതീതമാകുന്നു. അതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞല്ല? എന്തിനു വേണ്ടി? ഈ
ഏത് ആത്മാനമേവ പരം പൂർണ്ണം ബ്രഹ്മ വിദിത്വ. അതാണ് ഈ ബോധത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വിശദീകരിക്കുന്നത്. ശ്രോതാവിൽ ആ പരമാർത്ഥത്തിന്റെ ബോധം ഉദയം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ശരി, അങ്ങനെ ഒരു പരമാർത്ഥ ബോധം നിൽക്കുന്ന തടസ്സങ്ങൾ എന്താ? പരമാർത്ഥ ബോധത്തിന് വരുന്ന തടസ്സം മറ്റു തടസ്സമൊന്നുമില്ല. എന്താണ്? പരമാർത്ഥ ബോധത്തിൽ പുറമേ നിന്നൊരു തടസ്സം വരാൻ പാടില്ല. ആ തടസ്സങ്ങളെന്ന് പറയുന്നത് ഈ ബോധത്തിന്റെ തന്നെ ഭാവങ്ങളാണ്, വിഭിന്ന ഭാവങ്ങൾ. വേറെ തടസ്സം അതി വരത്തില്ല എന്നർത്ഥം. എന്താണ് ബോധത്തിന്റെ ഭാവങ്ങളെന്ന് പറയുന്നത്? ആ ബോധം തന്നെ മറ്റൊരു രൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. ബോധം തന്നെ ബോധമില്ലായ്മ എന്നുള്ള രൂപത്തെ പ്രാപിച്ചു. ആ ബോധം തന്നെ വിപരീത ബോധത്തെ പ്രാപിച്ചു. ആ ബോധം തന്നെ വികല്പബോധമായി. ഇതെല്ലാം ഈ അറിവ് തന്നെ നാനാരൂപങ്ങളെ പ്രാപിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ പരിഹാരമാണ് ബോധത്തിലൂടെ സാധിക്കുന്നത്. അത് ഈ നാനാരൂപത്തെ പ്രാപിച്ചിരിക്കുന്നത് ബോധത്തിന്റെ വാസ്തവരൂപമല്ല, അവാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അവിദ്യ എന്ന് പറഞ്ഞ് അതിന്റെ നാശം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവാസ്തവം ഒന്ന് ബോധിക്കുക, അത്ര തന്നെ. അല്ലാതെ ഒന്നുമല്ല. ഇരുളിനെ നമുക്കൊരിക്കലും ഒരു വസ്തുവായി ബോധിക്കാൻ കഴിയത്തില്ല. പിന്നെന്താ പരമാവധി ബോധിക്കാന്നുള്ളത്? അത്രയേ ഉള്ളൂ. പ്രകാശമില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ ബോധമില്ലായ്മ എന്താണ് നമ്മൾ ബോധിക്കുന്നത്? അത് പൂർണ്ണബോധമല്ല. ഇത്രയും ബോധിക്കാൻ പറ്റും. അധികവിജ്ഞാനെ സംബന്ധിച്ചൊരു ബോധം അങ്ങനെ ഒന്നില്ല. ഇരുളിനെ എങ്ങനെ ബോധിക്കും? എന്ത് വസ്തുവായി ബോധിക്കും? വെളിച്ചമില്ല, അത്രയേ ഉള്ളൂ. പരമാവധി അതിനെക്കുറിച്ച് അറിയുന്നതാണ്, അത് വെളിച്ചമില്ലായ്മയാണ്. അതുപോലെ തന്നെ അപൂർണത എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം പൂർണ്ണതയുടെ ബോധമില്ലായ്മ, അത്രയേ ഉള്ളൂ. മറ്റൊന്നുമില്ല. സംസാരം എന്ന് പറയുന്നത് എന്താണ്? ഈ ബോധമില്ലായ്മ, പൂർണ്ണതയുടെ ബോധമില്ലായ്മ. അതാണ്. അപ്പോൾ ആ പരിഹാരം എന്താ? അത് അപൂർണമാണെന്ന് ബോധിച്ചാൽ മതി. അപൂർണമാണോ എന്ന് ബോധിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെ വരും. പരമാർത്ഥമല്ലെന്ന് ബോധിക്കുക, സത്യമല്ലെന്ന് ബോധിക്കുക, അത് അവാസ്തവമാണെന്ന് ബോധിക്കുക, എല്ലാം ഒരേ കാര്യം തന്നെയാണ്. ഇവിടെ പറയുന്നു തദ് യസ്മാദാത്മാനമേവ. ഇവിടെ എന്തിനെ കുറിച്ചുള്ള ബോധം? പൂർണ്ണമായി പൂർണ്ണമത എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാ പൂർണ്ണം ഇതം എന്ന് പറയുന്നു? അത് തന്നെ അറിയണം. പൂർണ്ണമാണ്, അത് ശരി. ഒരു പൂർണ്ണത്തെക്കുറിച്ച് നമ്മൾ ഗവേഷണം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? പൂർണ്ണതയെക്കുറിച്ച് വലിയൊരു തീസിസ് തയ്യാറാക്കി എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. ആത്മാനമേവ, തന്നെ അത് അറിയുക, അതാണ് മുഖ്യം. തന്നെ അറിയുന്നു. അപ്പോൾ താൻ അറിഞ്ഞാൽ മതിയോ? അന്യനറിയണ്ടേ? താനും അന്യനും എല്ലാം എങ്ങനെ അറിയണം? താനായിട്ട്. എല്ലാവരും അറിയുന്നത് അങ്ങനെയാണല്ലോ, അവനവനെ താനായിട്ട് അറിയുന്നു. ഞാൻ എന്നെ ഞാനായി അറിയുന്നത് പോലെ തന്നെ അന്യൻ അവനെയും ഞാനായി അറിയുന്നു. അപ്പൊ സർവത്ര തുല്യമായിരിക്കുന്ന എന്താണ്? ആത്മാനമേവ, താനായി അറിയുക. പൂർണ്ണം താനാണെന്നറിയുക. തന്നെ സംബന്ധിച്ചുള്ള ബാക്കിയുള്ള ചിന്തകളെല്ലാം വെറും ഭാവനകളാണ്, കൽപ്പനകളാണ്. അപൂർണത തുടങ്ങിയ ചിന്തകൾ എല്ലാം ആരോപിച്ചിരിക്കുക. അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ അയോഗ്യനാണ്, യോഗ്യതകളില്ലാത്തവനാണ്, എനിക്ക് മുക്തിക്ക് അർഹതയുള്ളവനല്ല, ഞാൻ പാപിയാണ് എല്ലാം. അതിന്റെ സ്ഥാനത്ത് എന്താണ്? ആത്മാനമേവ, തന്നെ അറിയുക. അതറിഞ്ഞ് അസത്യമാണെങ്കിൽ അതറിഞ്ഞേ മതിയാകും. അങ്ങനെയുണ്ട്. ആദിത്യൻ പ്രകാശസ്വരൂപനാണെങ്കിൽ അതിന് ഇരുളായിരിക്കാൻ പറ്റത്തില്ല, അത് പ്രകാശിച്ചേ മതിയാവും. അപ്പൊ തന്റെ സ്വരൂപം പൂർണ്ണമാണെങ്കിൽ ആ പൂർണ്ണത പ്രകടമായേ പറ്റും. അതില്ല എന്നൊക്കെ തോന്നുന്നു, കേവലമായൊരു ഭ്രാന്തി. അത് അനുഭവത്തിലുള്ള കാര്യമാണ്. ആ ഭ്രാന്തി എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട്? നമ്മുടെ അനുഭവമാണ്. പിന്നെ എങ്ങനെ സംഭവിച്ചെന്ന് എന്തിനാ അത് അന്വേഷിക്കാൻ പോയിട്ട് എന്താ പ്രയോജനം? സൂര്യൻ പ്രകാശിക്കുന്നു, എങ്ങനെ പ്രകാശിക്കുന്നു?
പ്രകാശത്തെ ഗ്രഹിക്കേണ്ട ഒരുവൻ അതന്വേഷിച്ചു പോയിട്ട് പ്രയോജനമൊന്നുമില്ല. അവന്റെ ആവശ്യം എന്താണ്? തന്റെ കണ്ണുകൾക്ക് പ്രകാശം വേണം. അതാണ് അവന്റെ താല്പര്യമെങ്കിൽ അതെങ്ങനെ പ്രകാശിക്കുന്നു എന്ന് അന്വേഷിക്കുന്നതുകൊണ്ട് അത് കിട്ടുമോ? ഇല്ല. കണ്ണുകൾക്ക് പ്രകാശമാണ് ആവശ്യമെങ്കിൽ കണ്ണു തുറക്കും, സൂര്യനെ നോക്കും, ഇത്രയേ താല്പര്യം അതാണെങ്കിൽ പിന്നെ മറ്റ് പ്രവൃത്തികൾക്കൊന്നും അവിടെ യാതൊരു താല്പര്യമില്ല. മറ്റ് സാധനങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല. എന്താണ് താല്പര്യം? പൂർണ്ണതയെ ഗ്രഹിക്കുക എന്നാണ് താല്പര്യമെങ്കിൽ. മറ്റൊന്നിനും ഇവിടെ യാതൊന്നുമില്ല. അതുകൊണ്ടിവിടെ പറയുന്നു ആ ഗ്രഹണം അതാണ് പ്രാധാന്യം. കാരണം എത്രയെത്ര ഈ തത്വത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ പ്രാധാന്യം എന്ന് പറയുന്നത് തത്വഗ്രഹണത്തിനാണെന്നുള്ള ആ ഭാഗം പലർക്കും അത് പിടികിട്ടാറേയില്ല. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. ആ തത്വഗ്രഹണത്തിൽ എല്ലാം അവസാനിക്കുന്നു. പൂർണ്ണതയുടെ ഗ്രഹണത്തിൽ ഇവിടെ എല്ലാം അപൂർണതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം അവസാനിക്കും. മുക്തിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അവസാനിക്കുന്നു. എല്ലാം അവിടെ അവസാനിക്കുന്നു. അത്രയും മഹത്വമുള്ളതാണ് ആ ഗ്രഹണം എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത്. അതാണ് നേരത്തെ പൂർണ്ണസ്യ പൂർണ്ണം ആതായ, പൂർണ്ണത്തിന്റെ അപൂർണതയെ, പൂർണ്ണത്തിന്റെ സ്വരൂപമായ പൂർണ്ണതയെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തണം. ഇത് പൂർണ്ണമാണ്. താനതറിയാതിരുന്നിടത്തോളം കാലം എന്താ വിശേഷം? പ്രകാശത്തെ അറിയാതിരിക്കുന്നിടത്തോളം കാലം പിന്നെ കണ്ണിനെന്താ പ്രയോജനം? അപ്പോ പൂർണ്ണതയുടെ ഗ്രഹണം, പൂർണ്ണതയുടെ ബോധം തന്നിൽ പ്രകാശിക്കാത്തിടത്തോളം കാലം ഗ്രന്ഥം, ശാസ്ത്രം, പഠനം എല്ലാം വ്യർത്ഥം. യാതൊരു പ്രയോജനം. അപ്പോ വിദിത്വ ഇവിടെ പറയുന്നു, പരംപൂർണം ബ്രഹ്മ വിദിത്വ, ഗ്രഹിച്ചിട്ട് ആ ഗ്രഹണം അത് സംഭവിക്കണം. അതാ സംഭവിക്കുന്നതും ഗ്രഹണം കൊണ്ട്, ശ്രവണം കൊണ്ട് സംഭവിക്കുന്നത് ഗ്രഹണം തന്നെയാണ്. താൻ പൂർണ്ണനാണെന്ന് ഗ്രഹിക്കുന്നു. ഇതിനപ്പുറം ഒന്നും ഇവിടെ പറയുന്നില്ല. കാരണം ഇതിനപ്പുറം പറയാനൊന്നും അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കും. മറ്റെന്തെങ്കിലും അവശേഷിക്കണ്ടേ? പൂർണ്ണതയെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെന്താണ്? അപൂർണതയെക്കുറിച്ച് പിന്നെ അന്വേഷണത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അവിടെ അപൂർണതകൾ അവസാനിച്ചില്ലേ? പിന്നെ എന്ത് സാധ്യം, പിന്നെ എന്ത് സാധനം? ഇതാണ്. പക്ഷെ നമ്മളെന്താണ്? ഘൃതം തെക്വ കരം ലേഠി എന്ന് പറയും. ഒരാളുടെ ഉള്ളം കൈയിലേക്ക് വെണ്ണ വെച്ചു കൊടുത്തപ്പോൾ അയാളെന്ത് ചെയ്തു? അല്ലെങ്കിൽ നെയ്യ് കൊടുത്തപ്പോൾ അയാളത് തട്ടിക്കളഞ്ഞിട്ട് ആ നെയ്യ് പറ്റിയ കൈ നക്കിയിട്ട് ആസ്വദിക്കുകയാണ്. അതാണ് തത്വത്തെ ശ്രവിച്ചതിന് ശേഷം ആ ശ്രവണത്തെ, തത്വത്തിന്റെ പ്രകാശത്തെ ഉൾക്കൊള്ളാതെ മറ്റ് സാധ്യസാധന മാർഗങ്ങളിൽ മോഹിതന്മാരായി ഒഴിലുന്നവരുടെ അവസ്ഥ അതാണ്. മോഹത്തിൽപ്പെട്ടിരിക്കുകയാണ്. തത്വത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധ്യ സാധന മാർഗത്തിൽ ഒരാൾ പെട്ടിരിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ മോഹത്തിലാണ്. ആത്യന്തികമായ മുക്തി അതിൽ നിന്നാണ് സംഭവിക്കേണ്ടത്. കാരണം മുക്തിക്ക് വേണ്ടി സഞ്ചരിക്കുന്നവനാണ് പറയുന്നത്, ആധ്യാത്മികമായ മാർഗത്തിലാണെന്ന് പറയുന്നത്. മറ്റൊരാ മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ആധ്യാത്മികമായ മാർഗത്തിൽ അവനെന്താ അതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു അവനെന്തോ സാധ്യ സാധന മാർഗത്തിലാണെന്നാണ്. അവനെന്താ സംഭവിക്കേണ്ടത്? സാധ്യ സാധന നിർമുക്തനായി തീരണം. ആ മുക്തി എന്ന് പറയുന്നത് എന്താണ്? വിദിത്വ ഇവിടെ പറയും. അഹം അധഃ പൂർണ്ണം ബ്രഹ്മാസ്മിത്യേവം, അത് തന്നിൽ തന്നെ ബോധിക്കുന്നു. ആദിത്യൻ പ്രകാശം ആണെന്ന് ബോധിച്ചാൽ പോലെ തന്റെ ചക്ഷു അത് സ്വയം പ്രകാശ സ്വരൂപമാണ് എന്നൂടെ ബോധിക്കുന്നു. അപ്പോഴേ പ്രകാശത്തിന്റെ രഹസ്യം എന്താണെന്നുള്ള നമുക്ക് വെളിപ്പെടുത്തുന്നു. അപ്പൊ തന്നിൽ പ്രകാശിക്കുന്നതാണ് ഈ ആദിത്യന്റെ പ്രകാശം എന്ന് ബോധ്യപ്പെടും. അപ്പോൾ പൂർണ്ണം എന്ന് പറയുന്നത് എന്താണ്?
ഇവിടെ പറയുന്നു ബ്രഹ്മാസ്മി, അത് തന്നിലാണ് ആ പൂർണ്ണത. താൻ സ്വയം പൂർണ്ണനായിരിക്കുന്നു. ഇത്യവും പൂർണ്ണമാതായ, അതാണ് പൂർണ്ണത്തെ ബോധിക്കുക എന്ന് പറയുന്നു. നേരത്തെ വ്യാഖ്യാനിച്ചുള്ള പൂർണ്ണമാതായ എന്നുള്ളത് വിദിത്വ എന്ന് പറയുന്നു. അങ്ങനെ ഗ്രഹിച്ചിട്ട്, ബോധിച്ചിട്ട്, പൂർണ്ണതയെ ഗ്രഹിച്ചിട്ട്. പറഞ്ഞു എന്താണ്, മറ്റ് സാധ്യ സാധനങ്ങളൊന്നും ശേഷിക്കുന്നില്ല എന്നെന്തുകൊണ്ടാണ് പറഞ്ഞത്? പൂർണ്ണമേവ അവശേഷ്യത. പിന്നെ അങ്ങനെ ഗ്രഹിച്ച ഒരുവനെ സംബന്ധിച്ചിടത്തോളം ശേഷിക്കുന്ന എന്താണ്? ആ പൂർണ്ണത മാത്രം. ആ പൂർണ്ണതയുടെ ബോധത്തെ ആശ്രയിച്ച് അയാൾ ചെയ്യുന്ന വ്യവഹാരങ്ങളെക്കുറിച്ചല്ല പറയുന്നു. വ്യവഹാരം എപ്പോഴും ഭേദദൃഷ്ടി ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് വ്യവഹാരം അങ്ങനെ തന്നെ ഇരിക്കും. പൂർണ്ണതയുടെ ദൃഷ്ടിയിൽ പുരുഷൻ സ്ത്രീ എന്നുള്ള ബോധം നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല. ബാല്യം, യൗവനം, വാർദ്ധക്യം തുടങ്ങിയ ബോധങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളതല്ല. അതെല്ലാം സംഭവിക്കും. നന്മ, തിന്മ, ധർമ്മം, അധർമ്മം, ഈ ബോധങ്ങളെല്ലാം നഷ്ടപ്പെടുക എന്നുള്ളതല്ല. ആ ബോധങ്ങളെല്ലാം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എന്താണ്? ഈ ബോധത്തിന് ഇനി എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലാണ് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ എന്താണ്? പ്രപഞ്ചഭാനം, പ്രപഞ്ച പ്രതീതി, അത് ഏതൊരു വ്യവസ്ഥയിലാണ് ഇവിടെ തുടർന്നു വരുന്നത്, ആ അവസ്ഥയെ തന്നെ അത് പിന്തുടരും. അതിന് മാറ്റം വരത്തില്ല. പ്രകാശം എന്താണ്? അത് ഏകരൂപത്തിലാണ്, നമുക്കറിയാം. എന്താ സ്വഭാവം? പ്രകാശം എന്നുള്ളത് തന്നെ എന്റെ സ്വഭാവം. വെളിച്ചം ചക്ഷുരേന്ദ്രിയത്തിലൂടെ വിഷയങ്ങളെ കാണിച്ചു തരിക എന്നുള്ളതാണ്. അത് ഏക സ്വഭാവത്തിലിരുന്നിട്ടും അത് പ്രകാശിപ്പിക്കുന്ന വർണ്ണം അതെപ്പോഴും വൈവിധ്യമുള്ളത് തന്നെയായിരിക്കും. നീല, ചുവപ്പ്, കറുപ്പ്, പച്ച. അപ്പൊ പ്രകാശം ഏകസ്വരൂപമായതുകൊണ്ട് ഈ വർണ്ണങ്ങൾക്കെല്ലാം മാറ്റം വരണമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും സാധ്യമല്ല. പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി ഇതിനെ ഗ്രഹിക്കുന്നിടത്തോളം കാലം അതിന് മാറ്റം വരത്തില്ല. അല്ലെങ്കിൽ കണ്ണ് പ്രകാശത്തെ സ്വീകരിക്കാൻ കഴിവില്ലാതെ വരണം, അന്ധനായി പോകണം. കേവലം അന്ധത എന്ന് പറയുന്ന ഏകരൂപം വരും. ബാക്കി എല്ലാ രൂപങ്ങളും പോയി. അതുകൊണ്ട് എപ്പോഴാണോ ആ ജീവന്റെ ഉള്ളിൽ ബോധം സ്ഫരിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണോ അതിന്റെ ജോലി എന്താണ്? എന്തിനാ ഈ ബോധം സ്ഫരിക്കുന്നത്? പൂർണ്ണമായിരിക്കുന്ന ബോധം എന്തിനാ സ്ഫരിക്കുന്നത്? അത് ഈ നാനാത്വത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അത് പ്രകാശിക്കുന്നത്. അതതിന്റെ ജോലിയാണ്, അതിന്റെ ധർമ്മമാണ്, അതിന്റെ സ്വഭാവമാണ്, അതതിന് സഹജമാണ്. അതിനെ മാറ്റാൻ കഴിയും. അത് തന്നെ എന്ത് ചെയ്യുന്നു? പരമാർത്ഥത്തെയും ബോധിപ്പിക്കുന്നു. അങ്ങനെ പൂർണ്ണം എന്ന് ബോധിപ്പിക്കുന്നു. അത് വിശേഷപ്പെട്ട ബോധമാണ്. ഈ നാമരൂപങ്ങളെ ബോധിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ബോധിക്കാൻ കഴിയുന്നില്ല. അതിന് ഗുരുവിന്റെ ആവശ്യമൊന്നും, ശാസ്ത്രത്തിന്റെ ആവശ്യമൊന്നും, ഉപദേശത്തിന്റെ ആവശ്യമൊന്നും എല്ലാം വേണ്ടി വന്നു. അവിടെ പൂർണ്ണതയെ ഗ്രഹിക്കുന്നു. അപൂർണതയിൽ അപൂർണതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. പൂർണ്ണബോധത്തിൽ അപൂർണബോധങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. എന്തുകൊണ്ട്? പൂർണ്ണമേവ അവശിഷ്യത, പൂർണ്ണം തന്നെ ശേഷിക്കുന്നു. എപ്പോ? ആ പൂർണ്ണതയെ ഗ്രഹിക്കുമ്പോൾ. അങ്ങനെ ശേഷിക്കുമ്പോഴും എന്താണ് ഇതിന്റെ സഹജമായ ഈ സ്വഭാവം? അത് പ്രപഞ്ചത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പ്രപഞ്ചം അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. എങ്ങനെ? പ്രപഞ്ചം അതിന്റെ സ്വരൂപത്തിൽ. അവിദ്യാനാശം എന്ന് പറയുന്നതിന് അതാ പറഞ്ഞു വന്നത്. അത്രയുള്ള താല്പര്യം. ആ പ്രതീതി, പ്രപഞ്ച പ്രതീതി ഉണ്ടെങ്കിലും അതല്ല പരമാർത്ഥം എന്നുള്ള ബോധത്തിൽ. ഇതെല്ലാം ആത്യന്തികമായി ഇവിടെ നിൽക്കുന്നു. വിദിത്വ പൂർണ്ണം ബ്രഹ്മ വിദിത്വ, ബ്രഹ്മത്തെ പൂർണ്ണമായി ഗ്രഹിച്ചിട്ട് പൂർണ്ണസ്യ പൂർണ്ണം ആദായ. പൂർണ്ണസ്യ പൂർണ്ണം എന്നെന്തിനാ പറഞ്ഞത്? ഷഷ്ടി വിഭക്തി സംബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ ധനം, എന്റെ സമ്പത്ത് എന്ന് പറയുമ്പോൾ ഞാൻ വരെ, എന്റെ സമ്പത്ത് വരും. അതുപോലെ പൂർണ്ണത്തിന്റെ പൂർണ്ണം, പൂർണ്ണത്തിൽ അങ്ങനെ ഒരു പൂർണ്ണതയുണ്ടോ? ഇല്ല.
പിന്നെ എന്തിനങ്ങനെ പറഞ്ഞു? കാരണം ഇവിടെ നമ്മളെ ബോധിപ്പിക്കുന്ന ഒന്ന് പൂർണ്ണമാണ്, ഇതെല്ലാമായിരിക്കുന്നു. മറ്റൊന്ന് താൻ അറിയാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് തന്നെ കുറിച്ചാണ്. അതാണ് തന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽപ്പെട്ട കാര്യം. താൻ ആരാണ്? അത് നീ പൂർണ്ണമാണെന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ്. കാരണം പൂർണ്ണമല്ല താൻ അപൂർണനാണെന്ന് സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഭവത്തെക്കാൾ വലിയ പ്രമാണമില്ല. അനുഭവത്തിനാണ് പ്രാധാന്യം. അതാണ് മുഖ്യം. ഞാൻ പൂർണ്ണനാണെന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ച കാരണമായി പ്രപഞ്ചസ്വരൂപമായി ഒരു ഇരിക്കുന്നത് പൂർണ്ണതയാണ്. ആ പൂർണ്ണതയിൽ നീ സ്വയം ഞാനെന്ന് അനുഭവിക്കുന്നതാണ് ഈ പരിച്ഛിന്നത. ഇതെന്താണ്? ഇത് ആ പൂർണ്ണതയുടെ പൂർണ്ണമാണ്. ഏതാണോ സമ്പൂർണ്ണ ജഗത് സ്വരൂപമായിരിക്കുന്നത്, ഇവിടെ പറഞ്ഞത് തസ്മാത് തത്സർവം അഭവത്, സർവവുമായി തീർന്ന ആ പൂർണ്ണത, ആ പൂർണ്ണത തന്നെയാണ് നിന്നിലിരിക്കുന്നത്. ആ പൂർണ്ണതയുടെ സ്വരൂപമായിരിക്കുന്നതാണ് പൂർണ്ണത. ആ പൂർണ്ണതാ സ്വരൂപമായിരിക്കുന്ന പൂർണ്ണതയാണ് തത്വമസി എന്ന് നിന്നെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത്. നീയും ആ പൂർണ്ണമാണ്. പൂർണ്ണതയിൽ അവിടെ വിഭജനത്തിന് അവസരമൊന്നുമില്ല. രണ്ടായി വേർതിരിക്കാൻ കഴിയില്ല. അപ്പോൾ വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് സാറിന് ഏതിനെയും വേർതിരിച്ചാണ് മനസ്സിലാക്കുന്നത്. അതാണ് തന്റെ സ്വഭാവം. അതുകൊണ്ട് പൂർണ്ണസ്യ എന്ന് പറഞ്ഞു. അത് വേർതിരിയുന്നത് പോലെ തോന്നുമെങ്കിലും വേർതിരിയുന്നതല്ല. അത് ഇവിടെ പറയുന്നത് എന്താണ്? അധ പൂർണ്ണം ബ്രഹ്മാസ്മി. ആ പൂർണ്ണം തന്നെയാണ് നിന്നിലും പൂർണ്ണമായിരിക്കുന്നത്. ആ പൂർണ്ണം തന്നെയാണ് പൂർണ്ണസ്വരൂപനായ നീയായിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണസ്യ എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണത്തിന്റെ സ്വരൂപം. ആ പൂർണ്ണസ്വരൂപം, സ്വരൂപം എന്ന് വെച്ചാൽ അത് തന്നെ ആദായ ആഗ്രഹിച്ചിട്ട് എന്തായി? താനായി. പൂർണ്ണം ബ്രഹ്മാസ്മി അങ്ങനെ ഗ്രഹിക്കണം. താൻ തന്നെയാണ്. ഇവിടെ ഈ പൂർണ്ണം എന്ന് പറയുന്നത് തന്നെക്കുറിച്ച് തന്നെയാണ്. ശ്രോതമായിരിക്കുന്ന തന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പൂർണ്ണം ബ്രഹ്മാസ്മി, അതിനെയാണ് ബ്രഹ്മ എന്നൊന്നും പറഞ്ഞു. ആത്മാവാ ഇതം അഗ്ര ആസി, സർവത്ര പറഞ്ഞത് ആ പൂർണ്ണത്തെക്കുറിച്ചാണ്. ഇത്യവം പൂർണ്ണം ആദായ. ഇപ്പൊ പൂർണ്ണമാദായം എന്ന് പറഞ്ഞാൽ വിദിത്വ. ഇവിടെ ഉപദേശിച്ച തരത്തിൽ എങ്ങനെയാണോ ശ്രവിച്ചത് ആ തരത്തിൽ. ഉപദേശിച്ച തരത്തിലെന്ന് പറഞ്ഞാൽ പോലെ, കാരണം ഉപദേശിച്ച് തന്നെ ശ്രവിക്കണം. ഉപദേശിച്ചത് ഒന്ന്, ശ്രവിച്ചത് മറ്റൊന്നാകാൻ പാടില്ല. പറയുന്നതൊന്ന്, കേൾക്കുന്നത് മറ്റൊന്നങ്ങനെ ആകാൻ പാടില്ല. ഇവിടെ പൂർണ്ണത്തെയാണ് ഉപദേശിക്കുന്നതെങ്കിൽ പൂർണ്ണത്തെ തന്നെയാണ് ഗ്രഹിച്ചത്. രണ്ടു തമ്മിൽ വ്യത്യാസമില്ല. ആര്? പൂർണ്ണം ബ്രഹ്മാസ്മി, താൻ തന്നെ അങ്ങനെ ഗ്രഹിച്ചു. ഗ്രഹിച്ചിട്ട് അറിഞ്ഞാൽ എന്താ അതുകൊണ്ട് സംഭവിക്കുന്നത്? അതാണ് മുമ്പ് പറഞ്ഞത്. ഈ അപൂർണ ചിന്തകളെല്ലാം പോകുന്നു, അവിദ്യാചിന്തകളെല്ലാം പോകുന്നു. അതാണ് ഇതിന് തടസ്സമായി നിന്നത്. ആ തടസ്സത്തെ മാറ്റുന്നു. ആ തടസ്സം കാര്യമായ കാര്യമല്ല. ഇതുപോലെയുള്ളൂ. എന്താണോ വെളിച്ചത്തിന് ഇരുള് തടസ്സമായി നിൽക്കുന്നു എന്ന് പറയുന്ന പോലെയുള്ളൂ. ഒരിക്കലും വെളിച്ചത്തിന് ഇരുളിന് തടസ്സമായി നിൽക്കാൻ പറ്റില്ല. കാരണം വെളിച്ചത്തിൽ സ്വയം നിലനിൽപ്പില്ലാതായിത്തീരുന്ന ഒന്നാണ് ഇരുള്. അതിനെങ്ങനെ വെളിച്ചത്തിന് തടസ്സമായി നിൽക്കാൻ പറ്റും? എന്നാലും നമ്മളങ്ങനെ പറയാറുണ്ടോ? ഇരുട്ട് തടസ്സമാണോ? എന്തിനു തടസ്സം? വെളിച്ചത്തിന്. ശരിയാണോ? ഒരിക്കലും ശരിയല്ലാത്ത കാര്യമാണ്. അതുപോലെ ഈ വിദ്യയ്ക്ക് അവിദ്യ ഒരിക്കലും തടസ്സമല്ല. അവിദ്യയ്ക്ക് വിദ്യയ്ക്ക് തടസ്സമായി നിൽക്കാൻ കഴിയില്ല. അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല. അത് വെളിച്ചത്തിലെ നിഴല് പോലെയുള്ളൂ. വെളിച്ചത്തിലെ നിഴല് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വെളിച്ചത്തിന് എന്തെങ്കിലും തരത്തിൽ പ്രതിബന്ധത്തെ സൃഷ്ടിക്കുന്നു എന്നല്ല. അതുകൊണ്ടിവിടെ പറയുന്നു തിരസ്കൃത്യ അപൂർണ രൂപത. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ചത്. അപൂർണ രൂപതയെ തിരസ്കരിക്കുക. അതാണ്
തിരസ്കൃത്യ, ആധ്യാത്മികതയെന്ന് പറയുന്നതിന്റെ സാരസർവസ്വമായിരിക്കുന്ന ഈ ഒരു കാര്യമാണ്. എന്താണ്? തന്റെ അപൂർണതയെ തിരസ്കരിക്കുക. എങ്ങനെ തിരസ്കരിക്കാൻ പറ്റും? വിദ്യ കൊണ്ട്. എന്തുകൊണ്ട് അപൂർണത അവിദ്യയാണ്? കേവലം ഒരു ഭ്രാന്തിയാണ്, ഒരു വിഭ്രമമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഇവിടെ തിരസ്കരിക്കാൻ എന്താ ഉള്ളത്? ഇത് അസത്യമെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരസ്കരിക്കാൻ എന്താ ഉള്ളത്? അതിനാണ് പറയുന്നത് പൂർണ്ണബോധം. ഒന്ന് പറയുന്നത് ബോധം പൂർണ്ണസ്വരൂപമാണ്, അതൊന്ന്. രണ്ടാമത് പറയുന്നത് എന്താണ്? ആ പൂർണ്ണസ്വരൂപമായിരിക്കുന്ന ആ ബോധത്തെക്കുറിച്ചുള്ള ബോധം, അത് പൂർണ്ണമാണ്. അപ്പോൾ ഇത് പൂർണ്ണമാണ്, അത് പൂർണ്ണമാണ്, രണ്ട് പൂർണ്ണതയെക്കുറിച്ചല്ല പറയുന്നത്. അത് ഏകരസമാണ് പറഞ്ഞത്, ഏക സ്വഭാവമാണ് പൂർണ്ണത്വം. അതിന് തന്നെ വേണ്ടതെന്താണ് ഇവിടെ? ആ ബോധം. വിദിത്വ അഹമത പൂർണ്ണം ബ്രഹ്മാസ്മിത്യേവം പൂർണ്ണമാദായ. അതിന് രണ്ട് ഭാഗമുണ്ട്. ആദായ എന്ന് പറയുന്ന ലബന്ധത്തിന് ഗ്രഹണാർത്ഥമാണ്, എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എടുക്കാനും പിടിക്കാനും കൊടുക്കാനും ഒന്നുമില്ല. പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? പൂർണ്ണബോധം കൊണ്ട് തിരസ്കൃത്യ അപൂർണസ്വരൂപത്താം, തന്നിലുള്ള പരിച്ഛിന്ന ഭാവങ്ങൾ പറയുന്നുണ്ടോ? ഞാൻ ദുർബലനാണ്, ഞാൻ അല്പനാണ്, ഞാൻ കൊള്ളരുതാത്തവനാണ്, ശേഷിയില്ലാത്തവനാണ്, എനിക്ക് എത്രയോ ജന്മങ്ങളുണ്ട്, എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു, മുക്തിക്ക് വേണ്ടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാം ഇത്തരം ഭ്രാന്തമായ കൽപ്പനകൾ, യാതൊരു കഴമ്പുമില്ലാത്ത ഇതിനെല്ലാം പൂർണ്ണബോധം കൊണ്ട് തിരസ്കരിക്കുക. പൂർണ്ണതയെക്കുറിച്ചല്ലാതെ മറ്റൊരു സങ്കല്പങ്ങൾക്കും തന്റെ ഉള്ളിൽ സത്യമായി നിലനിൽക്കാൻ ഇടം കൊടുക്കാതിരിക്കുക. അതാണ് വേണ്ടത്. തന്റെ ഉള്ളിൽ ഒരുപാട് സങ്കല്പങ്ങൾ വരുന്നുണ്ടല്ലോ, ഏത് വന്നോട്ടെ, പോയിക്കോട്ടെ, പക്ഷെ സത്യമായി നിലനിൽക്കാൻ പാടില്ല. അതെല്ലാം കൽപ്പനകളാണെന്ന് തിരിച്ചറിയണം. പരമാർത്ഥ ബോധം കൊണ്ടേ അത് സാധ്യമാകും. പരമാർത്ഥം ഇന്നതാണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയാം, ഇന്നതാണ് കൽപ്പന. രജ്ജുവിനെ രജ്ജുവായി തിരിഞ്ഞറിഞ്ഞപ്പോൾ അപ്പോൾ മനസ്സിലായത് ആ സർപ്പം ഒരു കൽപ്പനയായിരുന്നു. മരുഭൂമിയിലെ ജലത്തെ പ്രകാശമായി തിരിച്ചറിഞ്ഞ് ആ നിമിഷം മനസ്സിലായതാ ഇത് കേവലം പ്രകാശം മാത്രമാണ്, ബാക്കി കൽപ്പനയാണ്, സത്യമല്ല. കൽപ്പനയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വിശേഷിച്ച് കൽപ്പിക്കുക എന്നുള്ള അർത്ഥമല്ല. വിശേഷിച്ചൊന്നും കൽപ്പിച്ചു കൂട്ടിയെടുക്കുന്നൊന്നുമല്ല. പിന്നെന്താ? സത്യബോധത്തിൽ അത് അസത്യമാണെന്ന് അതോടൊപ്പം തന്നെ ബോധിക്കപ്പെടുന്നു. അതിന് പിന്നെ രണ്ടാമതൊരു ബോധത്തിന്റെ ആവശ്യമില്ല. സത്യത്തെ ബോധിച്ചു കഴിഞ്ഞാൽ ഇതാ സത്യമാണ് എന്നുള്ള ബോധം അവിടെ തന്നെ ഉണ്ട്. അതൊരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെയാണ്. രണ്ടു ബോധത്തിന്റെ ആവശ്യമുള്ളില്ല. അത് വരുന്നു പൂർണ്ണമാതായ തിരസ്കൃത്യ അപൂർണ രൂപത്താം. ഈ ഒരു ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞല്ലോ, ആധ്യാത്മിക മാർഗം എന്ന് പറഞ്ഞു പലതരത്തിലുള്ള സാധ്യ സാധനങ്ങളിൽ കലങ്ങി മറിഞ്ഞ മനസ്സോടുകൂടിയാണ് അദ്വൈത ബോധമില്ലാത്ത സർവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിന്റെ പ്രയോജനം എന്താണ്? ഈ ചർച്ചയുടെ ദീർഘമായ ഒരു അദ്വൈത ചർച്ചയുടെ പ്രയോജനം എന്താണ്? ഏതെങ്കിലും ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കത്തെ മനസ്സിലാക്കുകയോ താൻ ഇതുവരെ നേടിയ അറിവിന് കൂടുതൽ വ്യാപ്തി ഉണ്ടാക്കുകയോ ഒന്നുമല്ല. അതൊന്നുമല്ല. ഇവിടെ യാതൊരു പ്രസക്തിയും. പിന്നെന്താണ്? ആ പൂർണ്ണതയെ ഗ്രഹിക്കുക, ഇത്രയേ ഉള്ളൂ. ആ പൂർണ്ണതയെ ഗ്രഹിക്കുന്നതിന്റെ അടയാളം എന്താണ്? ഒരുവൻ ആരെങ്കിലും ഇത് ബോധിപ്പിക്കുന്ന അടയാളമല്ല. ആരെങ്കിലും തനിക്ക് പൂർണ്ണബോധമുണ്ട്
എന്ന് ബോധിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതൊക്കെ ബാലിശമായ കാര്യങ്ങളാണ്. ഇവിടെ ഒരു തരത്തിലുള്ള അഭിനയത്തിന് യാതൊരു പ്രസക്തിയില്ല. താൻ ജ്ഞാനമുള്ളവനാണെന്നോ മുക്തനാണെന്നോ മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള ഏതെങ്കിലും ചേഷ്ടകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. അത്തരം കാര്യങ്ങളല്ല. ഇത് സത്യത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതിനകത്ത് മായത്തെ കൂട്ടിച്ചേർക്കാൻ പാടില്ല. അതൊക്കെ വലിയ ആത്മവഞ്ചനായി. എന്തെങ്കിലും തന്നിലുണ്ടെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ വാസ്തവത്തിൽ അവൻ ആത്മാവിനെ വഞ്ചിക്കുന്നു. എന്തുകൊണ്ട്? അത് സത്യത്തിന്റെ പ്രകാശം മാത്രമാണ്. അവിടെ അസത്യത്തിന് യാതൊരു സ്ഥാനമില്ല. അപ്പോൾ ഇവിടെ അതിനെയാണ് തിരസ്കരിക്കുന്നത്. ആ അസത്യഭാവനകളെ തിരസ്കൃത്യ അപൂർണരൂപതാം അവിദ്യാകൃതാം. അതാണ് ഇവിടെ അവിദ്യാകൃതം എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലോ അവിദ്യ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അതെല്ലാം ഈ തിരസ്കാരത്തിന് വിധേയമാണ്. അസത്യമാണെന്നുള്ള ബോധം, അത് തന്നെ തിരസ്കാരം. വേറെ തിരസ്കാരമൊന്നുമില്ല. നേഹനാനാസ്തി കിഞ്ചന. എന്താ ബോധിച്ചത്? നേഹനാനാസ്തി കിഞ്ചന എന്ന് പറഞ്ഞു. സത്യത്തെ ബോധിച്ചു. നാനാത്വത്തിന്റെ നിഷേധം അവിടെ സ്വാഭാവികമായി സംഭവിച്ചു. അതിന് രണ്ടെണ്ണത്തിന്റെ ആവശ്യമില്ല. വെളിച്ചത്തെ കൊണ്ടുപോകാൻ ഒരു ശ്രമം ഇരുളിനെ മാറ്റാൻ, മറ്റൊരു ശ്രമം അതിന്റെ ആവശ്യമില്ല. വെളിച്ചത്തെ കൊണ്ടുവന്നെങ്കിൽ അത് തന്നെ ഇരുളിനെയും മാറ്റി. ഏകമായ ശ്രമമില്ല. ശ്രവണം ഏകശ്രമമാണ്. തത്വത്തിന്റെ ബോധം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവിദ്യ തിരസ്കരണം സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ ആദായ ഇവിടെ എടുക്കാനും കൊടുക്കാനും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറഞ്ഞു വിദിത്വ. അങ്ങനെ ഗ്രഹിച്ചിട്ട് തത്വത്തെ ശ്രവിച്ച് തത്വത്തെ ഗ്രഹിച്ച് എന്നർത്ഥം. ശ്രവണവും ഗ്രഹണവും സംഭവിക്കുന്നു. ശ്രവണം തന്നെ ഗ്രഹണം. ശ്രവണം സംഭവിച്ചാൽ അവിടെ ഗ്രഹണവും സംഭവിക്കും. രണ്ടും രണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവിദ്യാകൃതാം നാമരൂപാധി സമ്പർക്കജാം ഏതയാ ബ്രഹ്മ വിദ്യയാ പൂർണ്ണമേവ കേവലം അവശിഷ്യതേ. ഈ ബ്രഹ്മവിദ്യ കൊണ്ട് ഇവിടെ പറയുന്നുണ്ടല്ലോ, ബ്രഹ്മവിദ്യ അറിവ്, പരമാർത്ഥ ബോധം, ബ്രഹ്മം, പൂർണ്ണം, പരമാർത്ഥം എന്നെല്ലാം നമ്മൾ പറഞ്ഞു. ഈ ബ്രഹ്മബോധം കൊണ്ട് പൂർണ്ണമേവ കേവലം അവശിഷ്യത്തെ. അവിടെ അവന് പൂർണ്ണതയെ അറിയാൻ കഴിയും. ആ ശ്രോതാവിനെ സംബന്ധിച്ച് അവശേഷിക്കുന്നത് പൂർണ്ണത മാത്രമാണ്. ഇവിടെ അവശേഷിക്കാൻ പൂർണ്ണത മാത്രം എഴുതുന്നുണ്ട്. പൂർണ്ണത സത്സ്വരൂപമാണ്. അവശേഷിക്കുക എന്ന് പറയുന്നത് എന്താണ്? സത്താണ്. സത്തിനാണ് നമ്മൾ ശേഷിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അത് മാത്രം അവശേഷിക്കുന്നു. കേവലം അവശേഷ്യത്തെ. അപ്പോൾ അവിടെ അപൂർണ ചിന്തകൾക്ക്, പരിമിതമായ ചിന്തകൾക്ക് ഒന്നും യാതൊരു സ്ഥാനവുമില്ല. സച്ചിദാനന്ദം പരിപൂർണം എന്നുള്ള കേവലമായ ബോധം, അതുമാത്രം. അതാണ് കേവലം അവശേഷ്യത്തെ. പിന്നെ നിഷേധിക്കുന്നതിനെല്ലാം ചേർത്ത് പറയുന്നു നാമരൂപോപാധി സമ്പർക്കജാം. ബാക്കിയുള്ള ഈ ബോധശൂന്യമായ ഒരുവന്റെ ചിന്തകളും പ്രവൃത്തിയും അറിവും എല്ലാം ഈ നാമരൂപ ഉപാധി സമ്പർക്കം കൊണ്ട് സമ്പർക്കജാം എന്ന് പറഞ്ഞാൽ സമ്പർക്കം കൊണ്ട് അവനിൽ സംഭവിക്കുന്നതാണ്, ഉണ്ടാകുന്നതാണ്. നാമരൂപാധി സമ്പർക്കം ആരോട് വരുന്ന സമ്പർക്കം എന്ന് പറയുന്നത് തന്റെ ഉള്ളിലിരിക്കുന്ന, തന്റെ ഉള്ളിൽ സ്വയം പ്രകാശരൂപത്തിലിരിക്കുന്ന ഏകരസമായിരിക്കുന്ന ആ ചൈതന്യത്തിന് ഈ ഇന്ദ്രിയങ്ങൾ, കർണങ്ങൾ, കാര്യമായ ശരീരം, പിന്നെ അന്ധകരണത്തിന്റെ വിഭിന്ന ഭാവങ്ങൾ, ഇതുമായിട്ടുള്ള സമ്പർക്കം, ചേർച്ച, താതാത്മ്യം, അധ്യാസം എല്ലാം ഒരേ അർത്ഥമാണ്. ആ അധ്യാസം കൊണ്ട്, താതാത്മ്യം കൊണ്ട്, അതാണ് ഇവിടെ പറഞ്ഞത് നാമരൂപ ഉപാധി സമ്പർക്കജാം, സമ്പർക്കം കൊണ്ടുണ്ടായതാണ് തന്നെ. എന്താണ് ഈ അപൂർണത? ഈ അപൂർണഭാവം, താൻ അപൂർണനാണ് എന്നുള്ള ബോധം. അപ്പൊ ആ അപൂർണഭാവത്തെ ഇത്രയേ ഉള്ളൂ,
കേവലം തന്റെ ഉള്ളിൽ വരുന്ന അപൂർണ ഭാവത്തെ തനിക്ക് തന്റെ വിവേകം കൊണ്ട് തിരസ്കരിക്കാൻ കഴിഞ്ഞാൽ താൻ പൂർണ്ണനാണ്, ആ പൂർണ്ണൻ താൻ മുക്തനാണ്. അവിടെ അദ്വൈത ബോധത്തിന്റെ വെളിച്ചത്തിൽ മുക്തി എന്ന് പറയുന്നത് വളരെ തുച്ഛമായ കാര്യമാണ്. തുച്ഛമെന്ന് പറഞ്ഞാൽ അനായാസസിദ്ധമായ ഒരു കാര്യമാണ്. ആ ബോധത്തെ വിട്ടുകളഞ്ഞാലോ മുക്തി എന്ന് പറയുന്ന ഒരു ബാലി കയറാമല്ല. ഈ ജന്മത്തിൽ തീർത്താൽ തീരാത്ത, കയറി തീർത്താൽ തീരാത്ത ഒന്നാണ്. തത്വബോധത്തെ സംബന്ധിച്ച് അങ്ങനെയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, നാമരൂപ ഉപാധി സമ്പർക്കച്ചാം ഏതയാ ബ്രഹ്മവിദ്യയാ. ഇതുവരെ ഉപദേശിച്ചാണ്. തത്വം പൂർണ്ണമേവ കേവലം അവശേഷ്യത്തെ, കേവലമായ തത്വം അവശേഷിക്കുന്നു. തഥാച ഉക്തം, ഈ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു. തസ്മാത് തത് സർവം അഭവത്. നേരത്തെ പറഞ്ഞല്ലോ, ബ്രഹ്മവാ ഇദമഗ്രാസി തത് ആത്മാനമേവ ആവേത് അഹം ബ്രഹ്മാസ്മീതി തസ്മാത് തത്സർവം അഭവത്. ആ ഒരു ബോധത്തിൽ, ആ ബോധം എങ്ങനെ? അത് തന്നെയാണ് സർവവുമായി തീർന്നിരിക്കുന്നത്. അതാണ്, അത് തന്നെയാണ് സർവവുമായി. തസ്മാത് തത്സർവം അഭവത്. അത് തന്നെയാണ്. അതിനപ്പുറം ഇതിന് ഒന്നും പറയാനില്ല. അതാണ് ബ്രഹ്മവേദം സർവം ആത്മീയവേദം സർവം സർവം ഖണ്ഡിതം ബ്രഹ്മ. എത്രയോ വാക്യങ്ങളിൽ പറഞ്ഞത് ആ കാര്യമാണ്. അത് പറയുന്നതിന് തസ്മാത് ഹേതു പറയുകയാണ്. അങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട്, വെറുതെ പറയുന്നു. അങ്ങനെ അത് ബോധിക്കാൻ കഴിയും, അങ്ങനെ അതിനെ ഗ്രഹിക്കാൻ കഴിയും. അങ്ങനെ ഗ്രഹിച്ചിട്ട് പറയുകയാണ്. അത് തന്നെയാണ് ഇത് സർവവുമായിരിക്കുന്നത്. അവിടെ ഭേദത്തെ ആത്യന്തികമായി, കാരണം അടുത്തിനി വരുന്ന ഭേദാഭേദത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അതുകൂടെ ഭേദത്തെ പൂർണ്ണമായി നിഷേധിക്കാൻ വേണ്ടി പറയും. അത് തന്നെയാണ് സർവവുമായി തീർന്നത്.